നമസ്കാരം. ബിഗ് എഡിറ്റോറിയൽ എൻട്രി പോളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻട്രി പോൾ മെഗാ ലൈവത്തോടിൽ 70 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഇന്ന് പകൽ നമ്മൾ യാത്ര ചെയ്തത്. ബിഗ് എഡിറ്റോറിയൽ ഇനി പരിശോധിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലെ ജയപരാജയ സാധ്യതകളെയാണ്. ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ ഫലസൂചനകൾ കൂടി കണക്കിലെടുത്ത് അടുത്ത 2 മണിക്കൂർ നമുക്ക് ചാഞ്ചാട്ട മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കാം. ഇതിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള, അതായത് ആ ഫലം വന്നതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത് ഒന്ന് നിലമ്പൂരാണ്, മറ്റൊന്ന് പാലക്കാടാണ്. ഇതിൽ നിലമ്പൂരിൽ ഏതാണ്ട് ഫലസൂചനകൾ ഏറെക്കുറെ കൃത്യമായി തന്നെ പ്രഡിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല, അല്ലേ വിജയൻ? അതെ, പാലക്കാട് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രസക്തി തന്നെയാണ്. റസാഖ് ഒരു പ്രോമിനന്റ് കാൻഡിഡേറ്റായി നേരത്തെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ അങ്ങനെ ഒരു ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രസക്തി ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ 2021 കാണാത്ത ഒരു പ്രത്യേകത 2026 എത്തുമ്പോൾ ഇടത് സ്ഥാനാർത്ഥി വളരെ സജീവമായി മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു പക്ഷേ വേണു ബാലകൃഷ്ണൻ എന്നോട് വിയോജിപ്പ് ഉണ്ടാകുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം മുതൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഡീൽ എന്ന് പറഞ്ഞ ദിവസം തൊട്ട് നമ്മൾ പല ഘട്ടങ്ങളിലായി ഈ വിഷയം ചർച്ച ചെയ്തതാണ്, അല്ലേ? ആ ഘട്ടത്തിൽ ഞാൻ എടുത്ത എൻ്റെ അതേ നിലപാട് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രസക്തി തന്നെയാണ് 2021 സമാനമായ സാഹചര്യത്തെ പാലക്കാട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല പാലക്കാട്ട് ഇപ്പോഴുള്ളത്. പകരം 2021 എത്ര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ അവിടെ നടന്നത് അതിന് സമാന സാഹചര്യമുണ്ട്. പക്ഷേ അതൊരു ത്രികോണ മത്സരമായി അതിനെ ഈ തെരഞ്ഞെടുപ്പിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. അത് റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ പിഷാരടി ജയിക്കോ ശോഭ ജയിക്കോ? അല്ല, ഞാനതാണ് പറഞ്ഞത്. വളരെ നാരോ മാർജിനിലാണ് 2021 അവിടെ യു ഡി എഫിന്റെ ജയമുണ്ടായത്. ആ സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ജയപരാജയം അവിടെ നിൽക്കട്ടെ, അതിന് സമാന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? റസാഖിന്റെ ഇടത് സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് അവിടെ. എനിക്ക് ലക്ഷ്മി പറഞ്ഞതിൽ വിരുദ്ധമായിട്ടാണ് തോന്നുന്നത്. നിലമ്പൂരും പാലക്കാടും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെയും പൊളിറ്റിക്കൽ സിനാരിയോ വളരെയധികം വ്യത്യാസമുണ്ട്. നിലമ്പൂർ അൻവർ എവിടെയായിരുന്നു ആ സമയത്ത് നിന്നിരുന്നത്? എങ്ങനെയായിരുന്നു UDF ഉണ്ടായിരുന്ന ആ ഒരു ലീഡർഷിപ്പ് ഏത് തരത്തിലായിരുന്നു? വി ഡി സതീശൻ നയിച്ചിരുന്ന ഒരു സ്ട്രാറ്റജിക്ക് ഇത് യൂത്ത് ബ്രിഗേഡ്, ഇപ്പം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ UDF PK ഫിറോസ്, ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ മോഡ് ഏത് തരത്തിലാണ് പോയിരുന്നത്? ഈ ഇക്വേഷൻസ് വളരെ പെട്ടെന്നാണ് മാറിയിരിക്കുന്നത്. ആര്യടൻ ഷാക്കുത്ത് എന്ന് പറയുന്ന ജനസമ്മതനായിട്ടുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തുന്നേ ഇല്ല. പക്ഷേ UDF LDF ഇക്വേഷൻ അതിലൊരു വ്യത്യാസമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട അതേ വേവാണ് നിലമ്പൂരിൽ ഇത്തവണ ഉണ്ടാകുക എന്ന് ഞാൻ കരുതുന്നില്ല. ലക്ഷ്മി പറഞ്ഞ പോലെ എനിക്കത് വിരുദ്ധമായ അഭിപ്രായം. പാലക്കാട് ഞാൻ അങ്ങനത്തെയാണ് കാണുന്നത്. കാരണം എന്താണ് പാലക്കാടിന് കൂടുതൽ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് UDF കൊടുത്ത ഒരു മൈലേജ് എന്ന തരത്തിലുണ്ടെങ്കിൽ അതിൽ നിന്നും സിറ്റുവേഷൻ മാറി. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് BJPക്ക് അവിടെ വരുന്നു. ഈ വോട്ടിന് നോട്ട് വിവാദം വരുന്നത് പോളിംഗിന്റെ തലേ ദിവസമാണല്ലോ. അതുവരെ ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ഏത് തരത്തിലാണ് BJP അവിടെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്? അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട UDF വേഴ്സസ് LDF ഈ ട്രോളി വിവാദം ആ സമയത്ത് പോലും കത്ത് നിന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഇക്വേഷനാണ്. അപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഞാൻ ഫീൽഡിലുണ്ടായിരുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഫീൽഡിലുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ ഈ 2 സ്ഥലത്തും പോയിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്തുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൾസല്ല, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഇക്വേഷൻ ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ആ കാറ്റഗറിയിൽ നിലമ്പൂരും പാലക്കാടും പെടും. അതിൽ അതായത് ഒരു ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് ഈ 2 മണ്ഡലങ്ങളും പെടും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. വേണു ബാലകൃഷ്ണൻ, അങ്ങനെ നിലമ്പൂർ ഒരു ബാറ്റിൽ ഗ്രൗണ്ടായി മാറുമോ? പാലക്കാടിനെ കുറിച്ച് എനിക്കും പറയാനുള്ളത് അതൊരു ബാറ്റിൽ ഗ്രൗണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. നിലമ്പൂർ ഒരു ബാറ്റിൽ ഗ്രൗണ്ടായി മാറുവാനുള്ള സാധ്യതയുണ്ടോ? പാലക്കാടത്തെ സാധ്യതകൾ എങ്ങനെയാണ് വേണു ബാലകൃഷ്ണൻ? പാലക്കാട് ആദ്യം പറയട്ടെ. പാലക്കാടിന്റെ കാര്യത്തിൽ വിജയൻ പറഞ്ഞതിനോട് ചേർന്നാണ് എൻ്റെയും ആലോചന പോകുന്നത്. നമുക്കിപ്പോൾ പുതുപ്പള്ളി അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന വികാരത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതായിരുന്നു.
തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ PT-യുടെ വികാരം നിലനിൽക്കുന്നതായിരുന്നു. PT-യും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ഇപ്പോൾ ഇല്ല, അസാന്നിധ്യമാണ്. അതാണ് ഒരു വികാരമായി അവിടെ നിൽക്കുന്നത്. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം പറഞ്ഞല്ലോ, അവിടെ അസാന്നിധ്യമല്ല, അവിടെ ഷാഫി എന്നത് സാന്നിധ്യമാണ്. അന്നും ഷാഫിയുണ്ട്, ഇപ്പോഴും ഷാഫിയുണ്ട്. അപ്പോൾ മറ്റ് രണ്ടിടത്തും രണ്ടുപേരുടെ അസാന്നിധ്യമാണ് വികാരമെങ്കിൽ ഇവിടെ ഒരാളുടെ അപ്പോഴും ഇപ്പോഴുമുള്ള സാന്നിധ്യമാണ് വികാരം. അതുകൊണ്ട് വിജയൻ പറഞ്ഞതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിൻ്റെ ഇഫക്റ്റ് അല്ല അവിടെ നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നു വിജയ അത് UDF-ന് ഗുണകരമാണ്. കാരണം പഴയ സാഹചര്യത്തിലേക്ക് പോയാലും 2021 ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി കുറവുണ്ടോ, അങ്ങനെയെങ്കിൽ പറയണം. ഞാൻ അല്ല വേണു ബാലകൃഷ്ണൻ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് 2021 സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട് ഉള്ളത്. ഉപതെരഞ്ഞെടുപ്പിലെ വൈബ് അല്ല അവിടെ ഉള്ളത്. പക്ഷേ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലെ വൈബാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, പുതുപ്പള്ളിയും തൃക്കാക്കരയും എങ്ങനെയാണോ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു വികാരമായി നിൽക്കുന്നത്, അതേ വികാരം UDF-ന് അനുകൂലമായി പാലക്കാടിനുമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റു രണ്ടിടത്തും രണ്ടുപേര് ഇല്ലാതിരിക്കുന്നതാണ് വികാരമെങ്കിൽ ഇവിടെ ഒരാൾ ഉണ്ട് എന്നതാണ് UDF-ന് അനുകൂലമായ വികാരമായി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഷാഫി എന്ന ഫാക്ടർ അവിടെയുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് അത് പിഷാരടിക്ക് നല്ല മത്സരം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു അനുകൂല സാഹചര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം LDF-മായി ബന്ധപ്പെട്ടാണ്. വിജയം പറഞ്ഞതോട് എനിക്ക് യോജിപ്പാണ്. അതായത് റസാഖ് വന്നപ്പോൾ മത്സരചിത്രം ശക്തമായി എന്നതാണല്ലോ വിജയൻ പറയുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, എന്തുകൊണ്ട് CPM ഈ പറയുന്ന സരിനെ പോലും മാറ്റിയിട്ട് റസാഖിനെ കൊണ്ടുവന്നു? നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായി ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയ ഒരു സ്ഥലം പാലക്കാടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനമായിട്ടാണ് റസാഖ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുന്നത്. അതിൽ CPM കാണിച്ച നല്ലൊരു ബുദ്ധി എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു മുസ്ലിം മുഖത്തെ കൊണ്ടുവന്നില്ല, പുറത്തു നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി വോട്ടുകൾ അവിടെയുണ്ട്. അത് പക്ഷെ വിജയിക്കാൻ കഴിയുന്ന അത്രയും ഇല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് പുറത്തേക്ക് സ്വീകാര്യതയുള്ള ഒരാളെ കൂടെ കൊണ്ടുവരണം. CPM പലയിടത്തും പരീക്ഷിക്കുന്ന ഒരു രീതിയാണത്. അത് പാലക്കാട് ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടി, മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഹൈന്ദവ വോട്ടുകൾ ഇങ്ങനെ വിഘടിക്കുക, CPM-ന്റെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി വോട്ടുകൾ കിട്ടുക, കൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ റസാഖിലൂടെ സ്വാംശീകരിക്കാൻ കഴിയുക. സർവോപരി BJP ജയിക്കുമെന്ന ആശങ്കയാൽ, ന്യൂനപക്ഷമാണ് വേട്ടയാടപ്പെടുക എന്ന ചിന്തയാൽ അത് റസാഖിലേക്ക് പ്രത്യേകമായി കേന്ദ്രീകരിക്കപ്പെടുക. ഇത്രയും അനുകൂല സാഹചര്യങ്ങൾ LDF-മായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിശ്ചയമായും ആ സീറ്റ് UDF-ലേക്ക് പോകും. അവിടെ UDF ആയിരിക്കും ജയിക്കുക. 2021 ഏതാണ്ട് 3800 പരം വോട്ടുകൾക്കാണ് അന്ന് ഷാഫി പറമ്പിൽ ജയിച്ചത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം നേരത്തെ വേണു പറഞ്ഞാലും ഉപതെരഞ്ഞെടുപ്പിനെ അതിനുമായി കൂട്ടിക്കെട്ടേണ്ടുന്ന ഒരു സാഹചര്യം. കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം മറ്റൊന്നാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാന രാഷ്ട്രീയം ഒന്നാകെ തന്നെ അവിടേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവം മറ്റൊന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ നമ്മുടെ ബിഗ് എഡിറ്റോറിയൽ ആദ്യഘട്ടത്തിൽ ഈ NMR റസാഖിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബിരിയാണി വിളമ്പുന്നതല്ല ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിക്കാനുള്ള യോഗ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പാലക്കാട് ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഞാൻ ആ കൊട്ടിക്കലാശത്തിൻ്റെ ഒക്കെ സമയത്താണ് പോയത്. ആ സമയത്ത് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NMR റസാഖിന് അവിടെ ഗ്രൗണ്ടിൽ കുറച്ചുകൂടി വളരെ നന്നായി തന്നെ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നാം കണ്ടതിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി ശക്തമായ ഒരു മത്സരം അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം പിഷാരടിയുടെ അമ്മ വീട് അല്ലെങ്കിൽ കുടുംബ വീട് അവിടെയാണ് എന്ന് പറയുമ്പോഴും പിഷാരടി ഒരു കൊണ്ടുവന്ന എറണാകുളത്തു നിന്ന് ഇറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള തോന്നൽ സ്വാഭാവികമായും മണ്ഡലത്തിലുണ്ട്, അവിടുത്തെ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. പിഷാരടി ഒരു അഡ്ജസ്റ്റബിൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം രാഹുൽ മങ്കുട്ടത്തിന് പകരക്കാരനായി എവിടെ കൊണ്ടുവന്ന UDF കൊണ്ടുവന്ന ആർക്കും വേദനയില്ലാത്ത, പറയട്ടെ, ആർക്കും ഷാഫിക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ പറയുന്ന പിന്നെ മങ്കുട്ടത്തിനും ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥിയെ UDF അവിടെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നിർത്തി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഹിന്ദു വോട്ടുകൾ അവിടെ ഈ ശോഭയുടെ പേരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പിഷാരടിയുടെ പേരിലോ ഭിന്നിക്കപ്പെടുകയും ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഈ പറയുന്ന NMR റസാഖിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്താൽ ഒരു ശക്തമായ മത്സരം നടക്കും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോവില്ല. മാക്സിമം പോയ ഒരു 5000 വോട്ടിന് താഴെ പിഷാരടി ജയിച്ചു കയറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ വിജയം ഷാഫിക്ക് അത്രയൊന്നും കിട്ടിയിരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നിലമ്പൂരിൽ അപർണ പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടോ? അല്ല, അപർണ പറഞ്ഞത് നിലമ്പൂരിലും കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതുപോലുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത്, അവിടെ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് അപർണ പറഞ്ഞത്. എനിക്ക് അത് തോന്നുന്നില്ല. അതിനോട് യോജിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കളയാം. ഞാൻ പറഞ്ഞത് PV അൻവർ എന്നൊരു ഫാക്ടർ
ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടോ? PV അൻവർ എന്ന് പറയുന്നത് ഒട്ടും battle ground അല്ല എന്ന് പറയുന്നതോട് PV അൻവർ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ ആയിരുന്നു നിലമ്പൂരിൽ. കാരണം PV അൻവറിന് സ്വന്തമായി സാംശീകരിക്കാൻ കഴിയുന്ന വോട്ടുകൾ നിലമ്പൂരുണ്ടായിരുന്നു. PV അൻവറിനെ LDFന്റെ സംഘടനാ സംവിധാനം കൂടി ചേരുമ്പോൾ, CPMന്റെ സംഘടനാ സംവിധാനങ്ങൾ ചേരുമ്പോൾ PV അൻവറിനെ സംശയിക്കാൻ കഴിയുന്ന വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വിഘടിക്കപ്പെട്ടു പോയി. മാത്രമല്ല ഇപ്പോഴത്തെ നിലയിൽ ആര്യാടൻ ഷൗക്കത്തിനെ കേന്ദ്രീകരിച്ചതിനെ ആ ലീഗ് പ്രത്യേകിച്ച് ഒരു UDF തരംഗമുണ്ട് എന്ന് കരുതുന്ന ഒരു ഘട്ടത്തിൽ, ലീഗിന്റെ ഒരു പൂർണ്ണമായ സപ്പോർട്ട് ഉറപ്പാക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ, കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് നമുക്കറിയാം അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. അത് ആര്യാടനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയ ഒരു കോൺഗ്രസ് സംഘടനാ സംവിധാനമാണ്. ആ സംഘടനാ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിന് ഇത്തവണ ജയിച്ചു കയറാൻ കഴിയും. നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു കയറാൻ കഴിയും. മാത്രമല്ല 9 മാസമാണ് ഒരു MLAക്ക് കിട്ടിയ സമയപരിധി. ആ ആളുകൾ തന്നെ ചിന്തിക്കും, അല്ലേ, അദ്ദേഹം കുറച്ചുകൂടി ചെയ്യട്ടെ, അതല്ലെങ്കിൽ കുറച്ചുകൂടി സമയം കൊടുക്കാമെന്നുള്ള ഒരു ചിന്ത അത്തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു കടന്ന ചിന്തയ്ക്ക് ആവശ്യമില്ല. എനിക്കൊരു രണ്ട് കാര്യം വേണമെങ്കിൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പറയാം. ഒന്ന്, നിലമ്പൂര് അത് ഷൗക്കത്തിന്റെ വിജയത്തെക്കാൾ UDF ലീഗിന്റെ വിജയമാണത്. സാധാരണഗതിയിൽ ഇപ്പൊ അനിലൊക്കെ സ്വന്തം നിലയിൽ തന്നെ ജയിക്കുകയല്ലേ വിജയ, വണ്ടൂര് അല്ലേ? അതെ, അങ്ങനെയാണ്. ഒരർത്ഥത്തിൽ ആര്യാടനും ജയിച്ചിരുന്നത് സ്വന്തം നിലയിൽ തന്നെയാണ്, നിശ്ചയമായും ഒരു സംശയവുമില്ല. പക്ഷെ ഷൗക്കത്തിന്റെ വിജയം എന്ന് പറയുന്നത് UDFന്റെ വിജയം, അതിൽ തന്നെ ലീഗിന്റെ വിജയമാണ്. ലീഗും ഷൗക്കത്തിന് വേണ്ടി നിൽക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. കാരണം ലീഗ് പ്രതിദാനം ചെയ്യുന്ന മലപ്പുറത്തെ മുസ്ലിം വിഭാഗങ്ങൾ വിശിഷ്യ, അവർക്കിനി ലീഗ് അധികാരത്തിൽ വരാത്ത ഒരു സാഹചര്യത്തെ പറ്റി ആലോചിക്കാനേ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തുമായി ഇന്നലെ പിണങ്ങി, അല്ലെങ്കിൽ ഇന്നലെ എന്തെങ്കിലും ഭിന്നതയുണ്ടായിരുന്നു, അങ്ങനെ ഒരു ചെറിയ ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഇനിയും അത് നശിപ്പിച്ചുകൂടാ എന്ന ബോധ്യം അവർക്കുണ്ട്. രാഷ്ട്രീയമായി നന്നായി ചിന്തിക്കുന്നവരാണല്ലോ ന്യൂനപക്ഷ വിഭാഗം, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായി തന്നെ ഈ ലീഗ് കൃത്യമായി അത് എഞ്ചിനീയറിംഗ് നടത്തി. നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളതുപോലെ വിജയ, അതിൽ VD സതീശൻ്റെ വലിയൊരു റോളുണ്ട്. ഇനിയിപ്പോൾ ഈ അൻവറുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. അൻവർ ഒരർത്ഥത്തിൽ ലീഗിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു ഫാക്ടർ തന്നെയായിരുന്നു. എന്നാൽ അൻവറുമായി ബന്ധപ്പെട്ട ഒരു സൗഹാർദ്ദ നിലപാട് ലീഗ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്, സതീശൻ കടുത്ത നിലപാടെടുക്കുമ്പോഴും. പക്ഷെ നമുക്കിപ്പോഴറിയാം, അൻവർ ബേപ്പൂരേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം സതീശൻ്റേത് അത് തന്ത്രപരമായ നിലപാടായിരുന്നു എന്ന് വെച്ചാൽ അൻവറുമായി ബന്ധപ്പെട്ട സതീശൻ 2 സമീപനമെടുത്തു. ഒന്ന്, അൻവറിനെ രാഷ്ട്രീയമായി നിസ്സാരനാക്കി ആദ്യം, അല്ലേ, എന്നുവെച്ചാൽ ഇയാളൊരു ഫാക്ടറല്ല എന്ന് പറഞ്ഞ് ആയിരുന്നു ആദ്യത്തെ നിലപാടുകൾ മുഴുവൻ. ലീഗ് എപ്പോഴും ഒരു അനുഭാവം എന്ന മട്ടിൽ നിന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലീഗും സതീശനും അൻവറിൻ്റെ കാര്യത്തിൽ 2 നിലപാടാണ്. നല്ലായിരുന്നു, ലീഗിന് വേണ്ടി തന്നെയുള്ള നീക്കമായിരുന്നു സതീശൻ്റെ. അത് രാഷ്ട്രീയമായി അദ്ദേഹത്തെ നിസ്സാരനാക്കുന്നു. അങ്ങനെ അദ്ദേഹം നിർബന്ധിക്കപ്പെടുന്നു മത്സരിക്കാനായി. അതിനുശേഷം അങ്ങനെ നിർബന്ധിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളെ രാഷ്ട്രീയമായി ആദ്യം നിസ്സാരനാക്കി, രണ്ടാമത് രാഷ്ട്രീയമായി നിസ്സഹായനാക്കി. മൂന്നാമത് ചെയ്തത് എന്താണ്? അയാൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നു വീണു. അങ്ങനെ വന്നപ്പോൾ ബേപ്പൂരേക്ക് കൊണ്ടുപോയി. അങ്ങനെ അയാളെ ലീഗിൻ്റെ ആശ്രിതനാക്കി. അപ്പോൾ രാഷ്ട്രീയമായി നിസ്സാരനാക്കുക, രാഷ്ട്രീയമായി നിസ്സഹായനാക്കുക, പിന്നെ രാഷ്ട്രീയമായി ലീഗിൻ്റെ ആശ്രിതനാക്കുക. ലീഗ് ഇല്ലാതെ ജയിക്കാൻ പറ്റാത്ത ഒരാളായി അൻവറിനെ മാറ്റി തീർക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് സതീശൻ ലീഗ് തന്ത്രങ്ങൾ. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഈ അൻവറിന്റെ കൈവശം ഉണ്ടായിരുന്ന വോട്ടുകൾ, അത് നമുക്കിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് കിട്ടിയ എത്രയാണ്? 19,000 വോട്ടുകൾ. ആ വോട്ടുകൾ ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരും എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് കഴിയണം. തീർച്ചയായിട്ടും അത് കഴിയണം. കാരണം അൻവറിൻ്റെതായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം സ്വാഭാവികമായി UDF ഇത്തവണ വലിയ തോതിൽ ഗുണം ചെയ്യും. പക്ഷേ ജോഷി, അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അൻവർ എവിടെ നിന്ന് അൻവറിനെ എവിടേക്ക് എത്തിച്ചു എന്നതാണ് വിജയ ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ അതുകൊണ്ട് അപർണക്കുറിപ്പ് പറയുന്നത് പോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ സാഹചര്യം അവിടെ അമ്പേ ഇല്ലാതായി എന്ന് കരുതിക്കൂടാ. അത് കുറെ കൂടെ തിളക്കമാർന്ന അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ തിളക്കമാർന്ന വിജയം ആര്യാടൻ ഷൗക്കത്തിന് പറ്റുന്ന തരത്തിൽ ആ മണ്ഡലം മാറിയിട്ടുണ്ട്. എല്ലാ ഘടകങ്ങളും ഇപ്പോൾ നേരത്തെ അൻവർ എന്ന ഘടകം ഒരു സൈഡിലായിരുന്നെങ്കിൽ ആ അൻവർ എന്ന ഘടകം കൂടി അനുകൂലമാവുകയാണ്. അപ്പോൾ അത് തിളക്കമാർന്ന വിജയത്തിലേക്ക് പോകും. അത് CPM ഇടതുമുന്നണി ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ ചേർത്തിട്ടുള്ള മണ്ഡലമേ അല്ല നിലമ്പൂരും ഈ തെരഞ്ഞെടുപ്പിൽ. മാത്രമല്ല വളരെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസോസിയേറ്റ് അംഗം എന്ന് പറയുന്ന രീതിയിൽ അൻവറിനെ ചേർത്ത് ആ മണ്ഡലം ഒന്നുകൂടി എന്ന് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ആ മേഖലയിൽ അൻവർ ഫാക്ടറിനെ ജോഷി 20,000 വോട്ട് അൻവർ പിടിച്ചിട്ടും
ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എത്രയായിരുന്നു? അതാണ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി അൻവർ ഒരു ഫാക്ടറായിട്ടൊന്നും നമ്മൾ അവിടെ പറയേണ്ടതില്ല. അവിടെ വോട്ടുണ്ട്, ആ വോട്ട് അഡീഷണൽ ആയിട്ട് കിട്ടി. ഈ വി പ്രകാശിനെയാണ് നമ്മൾ അവസാനം വരെ കണ്ടിരുന്നത് അൻവറിന് ആര്യാടൻ ഷൗക്കത്തിന് ബുദ്ധിമുട്ടാകുന്നത്. വിജയന് തോന്നുന്നുണ്ട് സതീശൻ തന്നെ ആയിരിക്കില്ലേ ആ വി പ്രകാശ് ഫാക്ടറിനെയും അങ്ങ് ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞത്? പോളിംഗ് ബൂത്തിൽ വെച്ച് മകളെ കൊണ്ട് പറയിക്കുകയൊക്കെ അതെ, അതൊരു അതിഗംഭീരമായ ഗ്രൗണ്ട് വർക്ക് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ലീഗിന്റെ കാർമ്മികത്വത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിരുന്നു അത് ഇത്തവണയും അതിലൊരു മാറ്റമില്ല. അത് കുറെ കൂടി ദൃഢമായിട്ടുണ്ട് അവിടെ. എന്നിട്ട് എന്താണെന്നറിയോ ലക്ഷ്മി പത്മ അവസാനം സംഭവിച്ചത്? സതീശൻ പറയുന്നു, എന്റെ കണക്ക് തെറ്റാണ് വിജയ പറയണേ, 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നു. അതോ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് നേരിയൊരു വ്യത്യാസമാണ്. അതിൽ ഒരുപക്ഷെ അകത്ത് ഈ ഒരു മത്സരം പോലും ഉണ്ടായിരുന്നു സതീശനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ. അതായത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിലാണ് കാര്യങ്ങൾ എത്തിയത്. പക്ഷെ അപ്പോഴും എന്ന് വെച്ചാൽ സൗഹൃദ മത്സരം പ്രെഡിക്ഷനിൽ സതീശൻ പറഞ്ഞതിൽ നിന്ന് 1,000 വോട്ടിന്റെ കുറവായിരുന്നു. അപ്പൊ അത്ര കൃതഹസ്തയോടെ നടന്ന ഇലക്ട്രൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രൽ കാൽക്കുലസ് ആയിരുന്നു അത്. ലീഗിന്റെ മേൽനോട്ടത്തിൽ നടന്നത് എന്നുള്ളത് കൊണ്ട് ലീഗിന്റെയും സതീശന്റെയും മേൽനോട്ടത്തിൽ. ചുമ്മാ അല്ല. അതുകൊണ്ട് ഇപ്പൊ ഈ പാണക്കാട് കുടുംബ പാണക്കാടുമായിട്ടുള്ള ഒരു അടുപ്പം സതീശനുമായി ബന്ധപ്പെട്ട് അരക്കിട്ടുറപ്പിക്കുവാൻ സതീശൻ ആ ഉപതെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ജോഷി, ഞാൻ ഈ പിഷാരടി അത്ര നിസ്സാരക്കാരനായി കാണുന്നില്ല കേട്ടോ. ഞാനും ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ആൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷാഫി പറമ്പിലിനേക്കാൾ അവിടുത്തെ ഈ മത സാമുദായിക ഘടകങ്ങൾ, അവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ, അവയൊക്കെ കാണുമ്പോൾ സരിനേക്കാൾ കുറച്ചുകൂടി ഗ്രൗണ്ടിൽ കുറച്ചുകൂടി പ്രഭാവം ഉണ്ടാക്കാൻ ഈ പറയുന്ന റസാഖിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അടക്കം വോട്ടുകൾ NMR റസാഖിലേക്ക് വരികയും വളരെ വളരെ ബുദ്ധിപരമായ തന്ത്രമാണ് സത്യത്തിൽ. അതേസമയം ഇപ്പുറത്ത് നമ്മൾ NDA ക്യാമ്പിൽ നോക്കിയാൽ ഈ ശ്രീധരന്റെ അത്രയും വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുമോ എന്ന കാര്യത്തിൽ അതിൽ എന്റെ ഒരു സംശയം ഇതാണ്. അതായത് ഈ ശ്രീധരൻ പിടിച്ചതാണ് BJP യുടെ അവിടുത്തെ ഏറ്റവും കൂടിയ വോട്ട് എന്ന് നമുക്ക് കരുതാം. പക്ഷേ ആ ഘട്ടത്തിൽ ഇടതുമുന്നണി എവിടെയായിരുന്നു? ഇടതുമുന്നണി വളരെ താഴെയായിരുന്നു അല്ലേ? ആ ഇടതുമുന്നണി ഇത്തവണ കയറി വരികയാണ് എന്ന് വെച്ചാൽ ഇടതുമുന്നണി ആരുടെ വോട്ടാണ് നേടാൻ പോകുന്ന? ന്യൂനപക്ഷ വോട്ടുകൾ. ആ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ UDF-ലേക്ക് ഷാഫി പറമ്പിലേക്ക് ഒരുമിച്ച് പോയിട്ടാണ് ഈ ശ്രീധരനുമായി കഷ്ടിച്ച് ഷാഫി കടന്നുകൂടിയത്. ഇത്തവണ ആ ട്രെൻഡ് ആയിരിക്കില്ല എന്ന് നമ്മളൊക്കെ ഇപ്പോൾ പറയും. ശരിയാണ്, ആ ട്രെൻഡ് ആകുന്നില്ല. ആ വോട്ട് എവിടെ പോകുന്നു? ഇടതുമുന്നണിയിലേക്ക്, UDF-ലേക്ക് ഒരുമിച്ച് പോയ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഭാഗം, ഒരു മേജർ ഭാഗം NMR റസാഖ് പിടിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് 50,000 വോട്ട് വേണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ ശ്രീധരന് കിട്ടിയ അത്രയും വോട്ട് വേണ്ടല്ലോ അവിടെ ജയിച്ചു കയറാൻ. അതാണ് ഞാൻ പറയുന്നത്. ആ മണ്ഡലത്തെ NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കുറെ കൂടി സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ല എന്ന് അങ്ങ് കട്ടായം പറയാൻ ഞാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. പിഷാരടിക്ക് ഒരു ഈസി വാക്ക് ഓവർ ആണെന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. അവിടെ യഥാർത്ഥത്തിൽ പാലക്കാട് ഒരിക്കലും ഇല്ലാത്ത ത്രികോണ മത്സരം നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഷാഫി പിടിച്ചതിനേക്കാൾ വോട്ട് പിടിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു വിജയം പറയുന്നത് ആരെങ്കിലും കണ്ടു? അല്ല, എക്സിറ്റ് പോൾ 14 11 ഒക്കെ പറയുമ്പോൾ പാലക്കാട് ഇല്ലാതെ എങ്ങനെയാണ് 14 11 ഒക്കെ വരിക? ഞാൻ പറഞ്ഞത് മണ്ഡലം വൈസ് കണ്ടിട്ടില്ല. അല്ല, 1 2 ഏജൻസികളാണ് മണ്ഡലം വൈസ് പറഞ്ഞത്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽ നമ്മുടെ ഈ വരുന്നിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഷാഫി പിടിച്ചതിനേക്കാൾ വോട്ട് ആര് പിടിക്കുമെന്നാണ് പറയുന്നത്? ഷാഫി പിടിച്ചതിനേക്കാൾ വോട്ട് പിഷാരടി പിടിക്കുന്നത് ഞാൻ കരുതുന്നു. അതാണ് പിടിച്ച വോട്ടല്ല, ഭൂരിപക്ഷം. വിജയ, പാലക്കാട് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഈ കണക്കുകളിലെ വിജയ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പേപ്പറുകളുണ്ടല്ലോ, അതിൽ 4 വൈസ് പ്രൊജക്ഷൻ സിന്തസിസ് എന്ന് പറയുന്ന പേജില് പാലക്കാടിന്റെ കാര്യത്തിൽ 0 മുതൽ 1 വരെ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി പത്മ. അപ്പോ അതായത് അത് അങ്ങനെയാണെങ്കിൽ ആ 1 എന്ന് പറയുന്ന പാലക്കാടാണ്. പാലക്കാട് ചോദിച്ചില്ലേ നേരത്തെ ഏതെങ്കിലും എക്സിറ്റ് പോൾ? അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് പാലക്കാട് ഒരു ട്രയാങ്കുലർ കണ്ടസ്റ്റ് ആണ്. അതിൽ 0 മുതൽ 1 വരെ എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. ഒരു കാര്യം കൂടി, മലമ്പുഴയും ഉണ്ട്. BJP 2ാം സ്ഥാനത്തായി കിടക്കുന്ന ഒരു മണ്ഡലം ഉണ്ട് മലമ്പുഴ. പ്രധാന വിജയൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഈ NMR റസാഖ് വരുമ്പോൾ ഒറ്റയടിക്ക് ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ മുഴുവൻ റസാഖിലേക്ക് വരികയാണ് എങ്കിൽ അവിടുത്തെ ചിത്രം മാറുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു കാര്യം വിജയ, ശരിയാണ്. പക്ഷെ വിജയ ഒരു കാര്യം, അപ്പോഴാണ് NDAയുടെ സാധ്യത വിജയം പറഞ്ഞത്. പക്ഷെ വിജയ, BJPക്ക് ആ നഗരമേഖലയ്ക്ക് പുറത്തേക്ക് സ്വാധീനമില്ല എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. എന്താ പറയേണ്ടത്, നഗരസഭയുണ്ട്, പക്ഷെ അതിന് പുറത്തേക്ക് വ്യാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി ഭരണമാറ്റമാണ് വരാൻ പോകുന്നത് എന്ന ഒരു തോന്നൽ ആ മണ്ഡലത്തിലുണ്ട്. ആ മണ്ഡലത്തിലുണ്ട് എങ്കിൽ, ആ മണ്ഡലം ഞാൻ പറഞ്ഞ പാലക്കാട് മൊത്തത്തിലുണ്ട് എങ്കിൽ വിജയ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ ടാക്ടിക്കലായിട്ടായിരിക്കുമല്ലോ വോട്ട് ചെയ്യുക.
അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അധികം ചിന്തിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇപ്പൊ NMR റസാഖ് ഒരു പ്രഭാവവും ഉണ്ടാക്കിയില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനല്ല ഗ്രൗണ്ട് വേറൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അവിടുത്തെ ഞാൻ പ്രാദേശികമായി ചോദിക്കുന്ന വിജയ ഒറ്റ സെക്കൻഡ്, സോറി ജോഷി, അങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ ന്യൂനപക്ഷ വോട്ടർമാർ? അതായത് അതായത് റസാഖ് ജയിക്കുമെന്ന് ഉറപ്പില്ല, എന്തെങ്കിലും ഞാൻ റസാഖിന് വോട്ട് കൊടുത്താൽ ഒരു അബദ്ധത്തിന് അത് ശോഭ ജയിക്കുന്ന അവസ്ഥയിലേക്കാകുമോ? അപ്പൊ ഞാൻ എടുക്കുന്ന മുൻകരുതൽ സ്വാഭാവികമായും ഷാഫി ഉണ്ടല്ലോ, ഷാഫി പറയുന്ന ഒരാളാണല്ലോ. NMR റസാഖിനേക്കാൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വില കൽപ്പിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ട് വിജയകുമാർ. അല്ല, അത് ഈ പറയുന്ന ഇന്ത്യയിലെ മുസ്ലിം വോട്ടുകൾ എമ്പാടും, അതായത് ആകെ മൊത്തം ടോട്ടൽ എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ അതൊരു ആന്റി BJP വോട്ടാണ്. ആരാണോ BJP യെ തോൽപ്പിക്കാനുള്ളത് അവരിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ 2014 ശേഷം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിനാരിയോ. അതില് പാലക്കാട് എന്തെങ്കിലും ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് റസാഖിന്റെ സാന്നിധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഫലം കാണുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും പാലക്കാട്ടെ റിസൾട്ട് പോലും ഞാൻ വിജയം പറഞ്ഞതിന്റെ കൺക്ലൂഷൻ ഇതാണ്. റസാഖ് തീരുമാനിക്കും അവിടെ UDF ജയിക്കണോ BJP ജയിക്കണോ എന്ന്. റസാഖ് ജയിക്കുമെന്ന് വിജയന്റെ അനാലിസിസ് ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിൽ പോകാനുള്ളതാണ്. ഈ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അവിടെ പ്രാദേശികമായി BJP-ക്കുള്ളിൽ വലിയ ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഫാക്ടർ എന്ന് പറയുന്നത് ആ ഫാക്ടർ ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഒറ്റക്കെട്ടായി വിജയ സമ്മതിക്കലായി നിന്നു എന്ന് പറയാൻ കഴിയുമോ? വിജയ, കൃഷ്ണകുമാർ ശരിയാണ്, ഈ പറയുന്ന മലമ്പുഴയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണകുമാർ ആഗ്രഹിക്കൂ വിജയ ശോഭ ജയിച്ച് കയറട്ടെ? അല്ല വേണു, അതിനകത്ത് ഞാൻ പറഞ്ഞത് അതിൽ BJP നടത്തിയ ഒരു ചില നീക്കങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ എന്താണ് ഒരു തിരിച്ചടി ഞാൻ പറഞ്ഞത്, ഒരു ക്ഷീണമുണ്ട്. ആ ക്ഷീണത്തിന് ശേഷം സംഘടനാപരമായി വലിയ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പാലക്കാട്ട് നടത്തിയിട്ടുണ്ട്. ആ പാലക്കാട്ട് നടത്തിയ ശേഷം BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ കൂടെ നിർദ്ദേശപ്രകാരമാണ് ശോഭാ സുരേന്ദ്രനോട് മത്സരിക്കാൻ വന്നത്. ശോഭാ സുരേന്ദ്രന്റെ മത്സര സാധ്യത പാലക്കാടായിരുന്നില്ല. കായംകുളം, അരൂർ തുടങ്ങിയ മണ്ഡലങ്ങളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിച്ചത്. അവിടെ മത്സരിക്കാനായിരുന്നു ശോഭാ സുരേന്ദ്രൻ സജ്ജയായി രംഗത്തിറങ്ങിയത്. അവിടെ വർക്കും തുടങ്ങിയിരുന്നു. ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ നേട്ടത്തിന് ശേഷം അല്ലെ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് അവിടെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത്. BJP പോലൊരു കേഡർ പാർട്ടിയിൽ അമിത്ഷാ, മോദി നിർദ്ദേശപ്രകാരം വരുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആഭ്യന്തരമായി ആരെങ്കിലും അവിടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. റിയാലിറ്റി മറ്റൊന്നായിരുന്നു വിജയകുമാർ, ഒറ്റ കാര്യം എനിക്ക് അമിത്ഷായെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് വരെ ആലപ്പുഴയിൽ വെച്ച് വിവാദത്തിൽപ്പെട്ടപ്പോ ശോഭ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ശോഭയ്ക്കെതിരെ ആലപ്പുഴയിൽ ശക്തമായ നീക്കം നടന്നു വിജയ. എന്നിട്ട് സംഭവിച്ചു ഇലക്ഷനിൽ എന്തെങ്കിലും സംഭവിച്ചു. പക്ഷേ പിടിച്ചു തന്നെയല്ല, എത്ര ഉയർത്തി ശോഭാ സുരേന്ദ്രൻ. അത് ഉറപ്പാണ്. ശോഭ എവിടെ പോകുമ്പോഴും വോട്ട് ഉയർത്തുന്നുണ്ട്. പക്ഷെ വിജയ, അപ്പോഴും ഈ ജോഷി പറയുന്നൊരു കാര്യമുണ്ട്, BJPക്കകത്ത് ഒരു വിഭാഗം ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പൊ ശോഭ പോകുന്നു, വെള്ളാപ്പള്ളിയെ കാണുന്നു, കൃത്യമായി വോട്ട് പിടിക്കുന്നുണ്ട്. ഒരു തർക്കവും ഇല്ല അതിനകത്ത്. തീരദേശ മേഖലയിൽ വോട്ട് പിടിക്കുന്നുണ്ട്. ശോഭയ്ക്ക് എന്ത് ദേശീയ രാഷ്ട്രീയത്തിൽ അമിത്ഷായുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാലും ശോഭയ്ക്കെതിരെ കേരളത്തിലൊരു വിഭാഗം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട് വിജയകുമാർ. നമുക്ക് എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കാം. വെൽക്കം ബാക്ക്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടിൽ താഴെ ഭൂരിപക്ഷമുള്ള 6 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ, കുറ്റ്യാടി, മഞ്ചേശ്വരം, തൃശൂർ, താനൂർ, തൃപ്പൂണിത്തുറ എന്നിവയാണ്. ഓരോ മണ്ഡലങ്ങളിലേക്കും നമുക്ക് പോകാം. പെരിന്തൽമണ്ണയിൽ UDFന്റെ ഭൂരിപക്ഷം വെറും 38 വോട്ടുകളായിരുന്നു. ഇത്തവണ അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത് VP മുഹമ്മദ് ഹനീഫ, LDFന്റെ നജീബ് കാന്തപുരം, UDFന്റെ KP ബാബുരാജ്. KP ബാബുരാജ് NDA സ്ഥാനാർത്ഥി എന്നിവരാണ്. എന്തായിരിക്കും പെരിന്തൽമണ്ണയിലെ ഇത്തവണത്തെ സാധ്യത വിജയ? പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനന്ന് വേറൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. എന്താണ് വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും മാറി മറിഞ്ഞ് അവസാനം നമ്മൾ നജീബ് കാന്തപുരത്തെ ഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നജീബ് കാന്തപുരം എന്നോട് പറയുന്നുണ്ട്, ഞാൻ 38 വോട്ടിന് ജയിച്ചു, ഇതാദ്യമായി നിങ്ങളോട് പറയുകയാണ്, വാർത്ത കൊടുത്തു. അപ്പോഴാണ് നമ്മൾ 38 വോട്ടിന് നജീബ് കാന്തപുരം ജയിച്ച കാര്യം പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചോ? ഏതാണ്ട് 2026 തുടക്കത്തിലാണെന്ന് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീം കോടതി, ഹൈക്കോടതി ഇട്ട് തട്ടിക്കളിച്ചത്. ഇത്തവണ നജീബ് കാന്തപുരത്തിന് അങ്ങനെ കോടതിയൊന്നും കയറാതെ വളരെ കംഫർട്ടബിൾ ആയി അവിടെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട്. രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒരു MLA എന്ന നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അതിന് കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാൻ പറയട്ടെ, നജീബ് കാന്തപുരത്തിന് ലീഗിന്റെയും UDFന്റെയും തരംഗമില്ലെങ്കിലും ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും. കാരണം ഒരു മണ്ഡലത്തിൽ നജീബ് കാന്തപുരം അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് നജീബ് കാന്തപുരത്തിന് തരംഗമൊന്നും ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയും. തരംഗം ഉണ്ടെങ്കിൽ പിന്നെ
തന്നെയും നന്നായിട്ട് ജയിക്കാൻ പറ്റും. വ്യത്യസ്ത അഭിപ്രായം അപർണ കുറുപ്പിനുണ്ടോ? ബാക്കി എല്ലാവരും നജീബ് കാന്തപുരം ജയിക്കും എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ 5 വർഷവും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നടത്തിയ വർക്കുകൾ എന്ന് പറയുന്നില്ലേ, അത് വളരെ പ്രസക്തമായിരുന്നു. അവിടെ നേരത്തെ എങ്ങനെയാണ് ഈ തൃത്താലയിൽ എങ്ങനെയാണ് PT ബൽറാം നടത്തുന്നത്, കാരണം അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രവർത്തനം ഇത്തവണ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ 33 ഒന്നും ബാധകമാവില്ല അല്ലെ? ഇതൊക്കെ അതിന്റെ നജീബിനൊരു സിവിൽ സർവീസ് അക്കാദമി ഒക്കെ ഉണ്ട് അവിടെ. ആ അക്കാദമിയിൽ പഠിച്ച പലർക്കും ഇത്തവണ സെലക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട് സിവിൽ സർവീസ്. കാര്യമായി അറിയാം നജീബിനെ. നജീബ് നമുക്ക് വളരെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്. ആ മണ്ഡലത്തിൽ അപർണ ഗ്രൂപ്പിന് വ്യത്യസ്ത നമ്മള് ഈ 2021 38 വോട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ കാണുന്നേ ഇല്ല. നജീബ് കാന്തപുരം ഇത്തവണ നടത്തിയ ആ ഒരു പ്രചാരണം അതൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും ഈ കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷം നോക്കിയിട്ട് മാർക്കിടുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും അതൊരു സ്വിംഗ് മണ്ഡലമാണ്. ആ 38 എന്നുള്ളത് വ്യത്യസ്ത അഭിപ്രായം, എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇത് ആദ്യത്തെ 1ാമത്തെ റൗണ്ടിൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു മണ്ഡലമാണല്ലോ. നമ്മളതാണല്ലോ അതിനെ ഹൈ അലർട്ട് അല്ല എക്സ്ട്രീം ഹൈ അലർട്ട് സോണിൽ പെടുത്തിയിരിക്കുന്നത്. അതൊന്ന്. പിന്നെ വികസനമൊക്കെ വല്ലാതെ പ്രചാരണത്തിൽ ചർച്ചയായിട്ടുണ്ട്. വികസനം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ചർച്ചയായിട്ടുണ്ട്. ലീഗിനകത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ അത്തരം ഇഷ്യൂസാണ് ഈ 38 വോട്ടിലേക്ക് എത്തിയത് എന്നുള്ള LDF ക്യാമ്പിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഉറപ്പായിട്ടല്ല പറയുന്നത്, പക്ഷേ ഈ 38 വോട്ടിനെ കാണാതെ നിങ്ങൾ ഇത്തവണ നന്നായിട്ട് പ്രചാരണം നടത്തി ഞങ്ങളത് ഓവർകം ചെയ്യും. ഒരു UDF വേവിൽ ലീഗിന് ഒരു വേവ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി ഇതൊരു ബാറ്റിൽ ഗ്രൗണ്ടോ ഒരു എക്സ്ട്രീം അലർട്ട് സോണോ ഒന്നും അല്ലാതെ ഇരിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാൻ അവിടെ ചിലതുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ എക്സ്ട്രീം അലർട്ട് ആക്കിയത് എന്തുകൊണ്ടാണ്? 38 വോട്ട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ്. സാഹചര്യം വെച്ചിട്ടാണോ ലക്ഷ്മി അങ്ങനെ ഒരു കാറ്റഗറി? ഇത്തവണത്തെ എന്തെങ്കിലും ഇത്തവണത്തെ അല്ല, നമുക്ക് വേറൊന്നും ഇല്ലല്ലോ. അല്ല, നമുക്ക് വേറൊന്നും മുന്നിലില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പും നടന്നിട്ടില്ലല്ലോ. നമ്മുടെ മുന്നിലുള്ള ലാസ്റ്റ് ജനങ്ങളുടെ പൾസ്, ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത് ആ 38 ആണെന്നേ. പിന്നെ വേറൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് ആ 38ന്റെ ഡേഞ്ചർ സോണിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നജീബ് കാന്തപുരം കടന്നുപോയി. സർവേ റിസൾട്ടുകളും ഉണ്ട് കേട്ടോ. സർവേ റിസൾട്ടുകളും കൂടി വെച്ചിട്ടാണ് ഈ ബാറ്റിൽ ഫീൽഡ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റ്യാടിയിലേക്ക് പോയാൽ അവിടെ ഇടതുപക്ഷമാണ് ജയിച്ചിരിക്കുന്നത്. 333 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത് എന്ന് കാണാം. KP കുഞ്ഞമ്മദ്കുട്ടി തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയായി എത്തുന്നത്. സിറ്റിംഗ് എംഎൽഎ പാറക്കൽ അബ്ദുള്ള എത്തുന്നു UDF സ്ഥാനാർത്ഥിയായി. രാമദാസ് മണലേരിയാണ് NDA സ്ഥാനാർത്ഥി. കുറ്റ്യാടിയുടെ കാര്യത്തിൽ കുറ്റ്യാടി 2016 ജയിച്ച സ്ഥാനാർത്ഥിയും 2021 ജയിച്ച സ്ഥാനാർത്ഥിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ പാറക്കൽ അബ്ദുള്ളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാറക്കൽ അബ്ദുള്ള കുറച്ച് ഒരു വ്യവസായിയാണ്. വിദേശത്ത് നടക്കം ഒരു വിദേശ മലയാളിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ്. ഒരുപാട് സംരംഭങ്ങൾ, പ്രാദേശികമായി വലിയ തോതിൽ ആളുകളെ സഹായിക്കുകയും ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത വഴിയാണ് 2016 ഈ പറയുന്ന ഈ പാറക്കൽ അബ്ദുള്ള അവിടെ ജയിച്ചു കയറിയത്. ഈ 2016 2021 ഈ വോട്ട് വ്യത്യാസം നോക്കിയാൽ നാരോ മാർജിനിൽ 2016 2021 വലിയ ഭൂരിപക്ഷം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടാനുള്ള ഇല്ലാത്തൊരു മണ്ഡലമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും കരുതുന്നത് ഈ പറയുന്ന LDF സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, അദ്ദേഹത്തിന് പ്രാദേശികമായി ഇത്തവണ 2016 വലിയ തോതിലുള്ള ഒരു പ്രാദേശികമായി അവിടെ ഇത്തവണ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ LDFനെ തുടങ്ങും. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്ന ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതൊരു പക്ഷേ വന്നാൽ മാത്രമേ ഒരു പക്ഷേ കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ തോൽക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അപ്പോഴും അത് LDFനെ സഹായിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കണക്കാക്കുമ്പോൾ ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ പാറക്കൽ അബ്ദുള്ള സ്വാഭാവികമായും കണക്കാക്കിയിരിക്കുന്നത് താൻ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഒരുപക്ഷെ തന്നെ തുണയ്ക്കും എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പാറക്കൽ പിടിക്കോ എന്നാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ. കാരണം കുറ്റ്യാടിയിൽ ഇത്തവണ പാറക്കൽ അബ്ദുള്ളയ്ക്ക് തന്നെയാണ് മേൽക്കൈ. ലീഗിന്റെ എന്താ പറയേണ്ടത്, അസ്വാരസ്യങ്ങളില്ലാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ UDFന് മേൽക്കൈ കിട്ടുന്നൊരു അന്തരീക്ഷം തന്നെയാണ്. നമ്മൾ അന്നത്തെ നമ്മുടെ സർവേയിൽ ഈ പറയുന്ന പാറക്കൽ അബ്ദുള്ളയ്ക്കായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, പക്ഷേ പാറക്കൽ അബ്ദുള്ള നമ്മളെ ഈ ബേപ്പൂരും പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും കടുത്ത പോരാട്ടം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ
ഈ കുറ്റ്യാടി മണ്ഡലത്തെ പറ്റി അല്ലെ കുറ്റ്യാടി ഇത്രയധികം ചർച്ച ചെയ്യണമോ ഞാൻ എന്നാണ്. പറഞ്ഞ കുറച്ചുകൂടി UDF-ന് അത്രയും ഫൈറ്റ് ഇല്ലാതെ നിലനിർത്താൻ പറ്റുന്ന അല്ലെ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ അതെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് അങ്ങനെ വേണം ഒരു കാണാൻ. ചെറിയ പക്ഷേ പ്രശ്നം കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ നല്ല അതൊക്കെയാണ്. പക്ഷേ ജനകീയനാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കുറ്റ്യാടിയെ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇപ്പൊ കുറ്റ്യാടി ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും ഈ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് വോട്ട് ചെയ്യാൻ വരാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം കുറ്റ്യാടി ആണെങ്കിലും നാദാപുരം ആണെങ്കിലും മഞ്ചേശ്വരം ആണെങ്കിലും അങ്ങനെ വടക്കൻ കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഇത്തവണ ആ വോട്ടുകൾ കുറയും എന്നൊരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കുറ്റ്യാടിയിൽ പ്രത്യേകമായി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഇത്തവണ അല്ലെ അത് UDF-ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കുറെ കൂടി സജീവമായ ഒരു UDF അനുകൂല ട്രെൻഡ് ഉള്ള സാഹചര്യത്തിൽ പറ്റും എന്നാണ്. സിറ്റിംഗ് MLA-യുടെ ജനപ്രീതിയുണ്ട്, വികസന പദ്ധതികളുണ്ട്, ഇതൊക്കെയാണ് മാർക്കിടുന്നതെങ്കിൽ ഞാൻ LDF-ന് ഒരു വെയിറ്റേജ് കാണുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഈ കണക്കുണ്ട്, അതായത് ലോക്സഭയിൽ വന്നപ്പോൾ അത് ഷാഫി മത്സരിച്ച സമയത്ത് വടകര അത് കുറ്റ്യാടിയിലുണ്ടായത്, വടകരയുടെ ഭാഗമായിട്ടുള്ള കുറ്റ്യാടിയിൽ വലിയ തരത്തിൽ ലീഡ് ഉയർത്താൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തും എനിക്ക് തോന്നുന്നു കുറ്റ്യാടിയും കായക്കൊടിയും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ LDF-ന്റെ പല വാർഡടക്കം UDF തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ കണക്ക് നോക്കുകയാണെങ്കിൽ അതൊരു ജനവിധി, നേരത്തെ മുൻകൂട്ടി വന്നൊരു ജനവിധി അത് UDF-ന് അനുകൂലമാണ്. തരംഗം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. സാധ്യത വിജയകുമാർ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞത് തരംഗമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ അവിതർക്കിതമായി പറയാം, മലബാറിൽ തരംഗമുണ്ട്. അത് മലപ്പുറത്ത് നിന്ന് തുടങ്ങുന്ന ഒരു വലിയ ചുഴലിക്കാറ്റാണ്. ആ ചുഴലിക്കാറ്റിൽ കുട്ടിയമ്മദൂട്ടി എനിക്ക് ഞാൻ പറയാണ്, മലപ്പുറത്തും കോഴിക്കോടും തരംഗമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള മലബാർ എനിക്ക് അത് നമുക്ക് റിസൾട്ട് വന്നിട്ട് അംഗീകരിച്ചാൽ കണ്ണൂർ കാസർഗോഡ് എനിക്ക് കഴിഞ്ഞ തവണയെ ലീഗിലുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രാദേശികമായ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഇത്തവണ പരിഹരിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇത്തവണ ലീഗിൽ പ്രാദേശിക പ്രശ്നങ്ങൾ ലീഗിന്റെ ഒരു മണ്ഡലങ്ങളിലും ഇല്ല. നമുക്കിങ്ങനെ കുറ്റ്യാടിയിൽ കുറ്റിയടിച്ച് നിൽക്കാതെ നേരെ മഞ്ചേശ്വരത്ത് പോയാലോ? മഞ്ചേശ്വരം എല്ലാവർക്കും വലിയ താല്പര്യമുള്ള മണ്ഡലമായിരിക്കും. UDF-ന്റെ ഭൂരിപക്ഷം 745 വോട്ടുകൾ മാത്രമായിരുന്നു. ഇത്തവണ LDF ഇറക്കിയിരിക്കുന്നത് KR ജയാനന്ദയായിരുന്നു. AKM അഷ്റഫാണ് UDF സ്ഥാനാർത്ഥി, ലീഗിന്റെ സ്ഥാനാർത്ഥി. K സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി. മഞ്ചേശ്വരത്തെ സാധ്യത എന്തായിരിക്കും വിജയകുമാർ ഇത്തവണ? സുരേന്ദ്രന് ആ ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുമോ ഇത്തവണ? മഞ്ചേശ്വരത്തിന്റെ ഒരു സ്വഭാവമാണ് അത്. BJP-ക്ക് സംഘടനാപരമായി വലിയ കരുത്തുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ മഞ്ചേശ്വരത്തെ എന്താ നമ്മൾ ഡെമോഗ്രഫി അല്ലേ, അങ്ങനല്ലേ, അതാണ് BJP അവിടെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകം. ആ ഘടകത്തെ അതിജീവിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് SIR ഒക്കെ വന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം മഞ്ചേശ്വരത്തും ബാധകമാണ്. എത്ര വോട്ടിന്റെ ആയിരുന്നു? 88 വോട്ടിലേക്ക് വരെ താഴ്ത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് സുരേന്ദ്രൻ. കപ്പിന് 2016 പ്രവാസികളുടെ വോട്ടുകൾ വരാൻ കുറഞ്ഞത് ലീഗിനെയും UDF-നെയും ആശങ്കപ്പെടുത്തുന്നത് പോലെ ഈ SIR-യുമായിട്ട് ബന്ധപ്പെട്ട് കർണാടകത്തിൽ നിന്നുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ? അതിനും ഈ പറയുന്ന SIR പ്രക്രിയയിലൂടെ കുറെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അത് സുരേന്ദ്രനും ആശങ്ക. SIR-ന്റെ കാര്യത്തിൽ മഞ്ചേശ്വരത്ത് BJP-യുടെ ഒരു ആശങ്ക SIR ആണ്. അവിടെ UDF ആത്മവിശ്വാസം പുലർത്തുന്നത് അവിടുത്തെ ചില ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളിടത്ത് UDF-ന് വല്ലാത്ത ആത്മവിശ്വാസം അവിടെ കാണുന്നുണ്ട്. ജോഷി, മഞ്ചേശ്വരം ഇത്തവണ ലീഗ് തന്നെ പിടിക്കുമെന്നല്ലേ തോന്നുന്നത്? 2014 2021 സുരേന്ദ്രൻ ജയിക്കരുത് എന്ന് അവിടുത്തെ UDF-ഉം അവിടുത്തെ LDF-ഉം കരുതിയിട്ടുണ്ട്. അത് സുരേന്ദ്രന് വലിയ മത്സരം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. സുരേന്ദ്രൻ ജയിക്കാനാണെങ്കിൽ 2014 88 വോട്ടിന്റെ സമയത്ത് ജയിക്കേണ്ടതാണ്. സുരേന്ദ്രൻ അവിടുത്തെ നല്ല സ്ഥാനാർത്ഥി, നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നുള്ള. പക്ഷേ അവിടെ നമ്മൾ പറയുന്നത് സോ കോൾഡ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയും. ക്രോസ് വോട്ടിംഗ് അത് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അത് ഇത്തവണയും നടക്കും. അതൊരു പാർട്ടി തീരുമാനമല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. BJP ജയിക്കരുത് എന്നുള്ള അവിടുത്തെ ഒരു തീരുമാനമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഒരു അരക്ഷിതാവസ്ഥ കൂടി അതിന് കാരണമുണ്ട്. അതിന് അവർക്ക് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. എനിക്കറിയില്ല, അരക്ഷിതാവസ്ഥയാണോന്ന് എനിക്കറിയില്ല. അവർക്ക് രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ. BJP ജയിക്കാതിരിക്കാൻ UDF LDF ഒരുമിച്ച് വോട്ട് ചെയ്യുന്നതിന് പാർട്ടി തീരുമാനമല്ല, രാഷ്ട്രീയ കാരണങ്ങളല്ല, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥ. നമ്മൾ എന്തിനാ അങ്ങനെ ഡെക്കറേഷൻ? അത് ഒരു തീരുമാനം തന്നെയാണ്, രാഷ്ട്രീയ തീരുമാനം. എന്തുകൊണ്ടാണ് ഷാനവാസ്
പാദൂര് അവിടെ മത്സരിക്കാതിരുന്നേ? ഷാനവാസ് പാദൂര് മത്സരിക്കുന്നെങ്കിൽ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. CPM എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് ഷാനവാസ് അവിടെ മത്സരിക്കേണ്ട എന്നുള്ളത്. ഷാനവാസ് കാസർഗോഡ് അല്ല, വിജയ്, ഞാൻ അതൊക്കെ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. അത് നമ്മൾ അതിനെ നിഷ്കളങ്കമായി കണ്ടത് രാഷ്ട്രീയ തീരുമാനമാണ്. BJP അതൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. BJP ജയിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമാണ് CPM ഉം UDF ഉം ഒരുമിച്ച്, അല്ലെങ്കിൽ UDF ഉം LDF ഉം ഒരുമിച്ച് എടുക്കുന്നു. അതൊരു പാർട്ടി തലത്തിൽ തീരുമാനം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് രാഷ്ട്രീയ തീരുമാനം പിന്നെ എവിടുന്നാ വരുന്നത്? രാഷ്ട്രീയ തീരുമാനം സമുദായ സംഘടനകൾക്ക് സംഘടനകളല്ല, അത് സമുദായ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനം വരും. അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഷാനവാസ് പാദൂര് മത്സരിക്കേണ്ടെന്ന് ഏത് സമുദായമാണോ തീരുമാനിച്ചേ? അവിടെ ജയസാധ്യത നോക്കുമല്ലോ പാർട്ടികൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ CPM ഇപ്പൊ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അവർക്ക് ചിലപ്പോ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ സുരേന്ദ്രൻ ജയിക്കും. വിജയ്, വേറെ കാര്യം കൂടി. ആ വിഷയത്തിൽ അധികം അല്ല, വിജയ്, ഒരു കാര്യം, 2016 ഒരു പ്രഭാവത്തോടുകൂടി സുരേന്ദ്രൻ ഇത്തവണ കളത്തിലിറങ്ങാൻ കഴിഞ്ഞു. പ്രഭാവമൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. പക്ഷെ വേറൊരു കാര്യം ജോഷി, ഞാൻ അവിടെ പരസ്യ പ്രചരണത്തിന്റെ തലേ ദിവസം കാസർഗോഡ് വണ്ടി ഇറങ്ങിയ ആളാണ്. ജോഷി പറഞ്ഞോട്ടെ, അവിടെ ഒളിച്ച് ആരെങ്കിലും കേരളത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കെ സുരേന്ദ്രനാണ്. അതായത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി തന്നെ ഇല്ല എന്നുള്ള മട്ടിലാണ് പ്രചാരണം. കാരണം അത് അദ്ദേഹത്തിന്റെ തീരുമാനമായി. സുരേന്ദ്രനെ ഏറ്റവും അവസാനം സുരേന്ദ്രൻ കരുതിയിരുന്നത് ഞാൻ ജയിക്കും എന്നൊരു ഫീല് വന്നാൽ ഇല്ലായിരുന്നു. ആ സമയത്ത് എല്ലാവരും കൊട്ടിക്കലാശം നടത്തുമ്പോൾ അദ്ദേഹം വീട് കയറി ഇറങ്ങി പ്രചാരണത്തിലായി. എന്താണെന്നറിയോ, താൻ ജയിക്കും എന്നൊരു ഫീല് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടായാൽ തനിക്കെതിരെ പണി വരും എന്നൊരു തോന്നൽ. സുരേന്ദ്രനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അവിടെ വലിയ വലിയ ആരവം ഉയർത്തി പ്രചാരണം നടത്തിയാൽ ജയിക്കുമെന്നൊരു ഫീൽ ഉണ്ടായാൽ ഓരോ കേന്ദ്രത്തിൽ നിന്നുള്ള വോട്ട് ഒരു സ്ഥലത്തേക്ക് പോകും. അത് ഒഴിവാക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഇതൊന്നും അല്ലാത്തൊരു വർഷം പറയട്ടെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അതായത് UDFന്റെ ഇതൊരു വെറും കണക്കാണ്. ഞാൻ ആ പൊളിറ്റിക്കൽ ഇതും മത്സരവും ഒന്നും പറയുന്നില്ല. 12,000-ഓളം വോട്ട് കൂടുതൽ ചേർത്തു എന്ന് UDF പറയും. UDFന് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം UDF ക്യാമ്പിലുള്ള സ്ഥലമായിട്ട് മഞ്ചേശ്വരം മാറി. അത് SIR വന്നപ്പോൾ, സാധാരണ ഇതിൽ SIR വന്നപ്പോൾ എവിടെയെങ്കിലും BJPക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണി കിട്ടിയിരിക്കുന്നത് മഞ്ചേശ്വരത്താണ് എന്നുള്ളൊരു ക്യാമ്പയിൻ പോലും നടക്കുന്ന സ്ഥലമാണ്. ഇനി അതായത് കൃത്യമായിട്ട് വോട്ട് കൂടി BJPയുടെ കുറച്ച് വോട്ട് പോകുന്നു. സുരേന്ദ്രൻ ജയിക്കില്ല അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് മാത്രമല്ല, സുരേന്ദ്രന്റെ തോൽവി വലിയ തരത്തിലുള്ള മുട്ടനടി BJP പാർട്ടിക്കകത്ത് ഉണ്ടാക്കാനുള്ള സാധ്യത മഞ്ചേശ്വരത്തിൽ നിന്ന് എന്റെ ഒരു ചെറിയൊരു പ്രഡിക്ഷൻ. ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്തായിരുന്നു? അടി ഉണ്ടാവും എന്നുള്ള നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മള് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മഞ്ചേശ്വരത്ത് നമുക്ക് നേരെ മഞ്ചേശ്വരത്ത് നിന്ന് തൃശ്ശൂരേക്ക് വണ്ടി കയറിയാൽ അവിടെ LDFന് CPI സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് വെറും 946 വോട്ടിനായിരുന്നു. ഇത്തവണ അവിടെ കളത്തിലിറങ്ങുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. കളത്തിലിറങ്ങിയത് വോട്ട് പെട്ടിയിലിരിക്കുകയാണ്. ആലങ്കോട് ലീലാകൃഷ്ണനാണ്. രാജൻ K പല്ലനായിരുന്നു UDF സ്ഥാനാർത്ഥി. പത്മജ വേണുഗോപാലായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. തൃശ്ശൂരിലെ സാധ്യതകൾ എങ്ങനെയായിരിക്കും വേണുഗോപാലകൃഷ്ണൻ? തൃശ്ശൂരിലെ സാധ്യത രാജൻ പല്ലൻ ഉറപ്പായും ജയിക്കുമെന്നതാണ്. ഉറപ്പായും ജയിക്കുമെന്നതാണ്. നമ്മൾ നേരത്തെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്. LDF മൂന്നാമതായിരിക്കും എന്നൊരു സാധ്യതയും കൂടെ ഉണ്ട് അവിടെ. എന്ന് വെച്ചാൽ പത്മജ എന്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. പത്മജയെ പറ്റി നല്ല അഭിപ്രായമൊക്കെയാണ് ആൾക്ക്. പക്ഷേ ഈ രാജൻ പല്ലന്റെ കാര്യത്തിനകത്ത് പലരും നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ആദ്യഘട്ടത്തിലൊക്കെ തോന്നിയത് പത്മജ വേണുഗോപാൽ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നുള്ളത്. ആ സാഹചര്യമേ ഇല്ല കേട്ടോ. അവിടെ ആ സാഹചര്യമേ അവിടെ ഇല്ല. രാജൻ പല്ലനെ വെച്ചപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂരിൽ ആ ഒരു സാമുദായിക സമവാക്യങ്ങളൊക്കെ എതിരാകുന്നു. പക്ഷേ സഭയുടെ സ്ഥാനാർത്ഥി നമുക്ക് ഓപ്പണായിട്ട് പറയാമല്ലോ. അതെ, സഭയുടെ സ്ഥാനാർത്ഥിയാണ്. അത് വളരെ എന്താ പറയുന്നത്, കണക്കുകൂട്ടിയുള്ള കരുനീക്കമായിരുന്നു. UDFലേക്ക് സഭ എത്തിയിരിക്കുന്നു. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് പാളിയിരിക്കുന്നു എന്നതിന്റെ എടുത്തു കാട്ടാവുന്ന ഒരു ഉദാഹരണമായി തൃശ്ശൂരിന്റെ ഫലം വരും. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയതോടുകൂടി എല്ലാ വോട്ടുകളും തന്നെ രാജൻ പല്ലനിലേക്ക് സമാഹരിക്കുന്ന സാഹചര്യം ഉണ്ട്. ക്രിസ്ത്യൻ ഒന്ന് 2024 പഴയ മേയറായിരുന്നു, സ്വീകാര്യതയുണ്ട്. അതെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവിടുത്തെ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠമാണ്. ആ പാഠം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന ഫാക്ടറാണ്. ആ പാഠം അവർ ഇനി ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം സംശയമുണ്ട്. കാരണം അത് സുരേഷ് ഗോപി അന്ന് മുട്ടിൽ നിരങ്ങിയും
മെത്രാസന മന്ദിരങ്ങൾ കയറി ചെന്നും പിന്നെ ഒക്കെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. പക്ഷെ അതിനുശേഷം സുരേഷ് ഗോപിയുടെ അവിടുത്തെ സഭയും അവിടുത്തെ മെത്രാസനങ്ങളും അരമനകളും ആകുന്നു എന്നുള്ള വലിയ സത്യമാണ്. ആ ഒരു വലിയ പാഠം അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ആ മേയർ നമ്മുടെ ലൈവിലൊക്കെ വരികയാണല്ലോ, ആ മേയർ ആയിരുന്ന വ്യക്തി പിന്നീട് കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതുമൊക്കെ സഭയുടെ കൃത്യമായ ഇടപെടലായിരുന്നു. അതൊരു ഫാക്ടറാണ്. ഒരു മണ്ഡലം മാത്രമല്ല, പല മണ്ഡലങ്ങളിലും അവിടുത്തെ രൂപത നിർദ്ദേശ സ്ഥാനാർത്ഥികളെ തന്നെയാണ് UDF അനുസരിച്ച്. ഈ രാജൻ പല്ലൻ കോൺഗ്രസിന്റെ ഒരു ഐകകണ്ഠേനുള്ള സ്ഥാനാർത്ഥി ഒന്നും അല്ല, അത് സഭയുടെ സമവായ സ്ഥാനാർത്ഥിയല്ല, സഭയുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് പക്ഷേ രാജൻ പല്ലനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അവിടെ പറഞ്ഞ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞതാണ്, അവിടെ ഹിന്ദു വോട്ടുകൾ പത്മജയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും, അവിടെ കോൺഗ്രസ് വോട്ടുകൾ അതിൽ തന്നെ മൃദു ഹിന്ദു വോട്ടുകളൊക്കെ തന്നെ പത്മജയ്ക്ക് പോളിയപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ FCRA വന്നതോടുകൂടി ശരിയാണ്, ആ ഒരു കണക്കുകൂട്ടൽ തെറ്റും. തൃശ്ശൂരിന്റെ കണക്കിലൊന്നും നോക്കിക്കേ, വെറുതെ നമുക്കൊരു ആകാംക്ഷ. തൃശ്ശൂരും പാലക്കാടുമാണ് വിജയ ത്രികോണ മത്സരം ഏറ്റവും ശക്തമായി നടക്കുന്നു എന്ന് പറയുന്നത്. അവിടെയും 0 മുതൽ 1 വരെ. പക്ഷേ തൃശ്ശൂരില് ഞാൻ പാലക്കാട് മലമ്പുഴ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ മണലൂരും BJPക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നേ, ആലങ്കോട് ലീലാകൃഷ്ണ പോലെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് വഴി LDF കുറച്ചുകൂടി ദുർബലമായി പോയോ എന്നൊരു സംശയം. കാരണം ബാലചന്ദ്രൻ അവിടെ ജനങ്ങളുമായി അകലുകയും ഒരു പ്രഭാവം ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത തൃശ്ശൂരിൽ വളരെ പ്രകടമായിരുന്നു. അതിന് തുടർച്ചയായി കുറച്ചുകൂടി ഇപ്പൊ BS സുനിൽകുമാറിനെ പോലെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശക്തമായ ഒരു ബാറ്റിൽ തൃശ്ശൂരിൽ ഭയങ്കര ഐക്യമുള്ളതുകൊണ്ടാണ് സുനിൽ മത്സരിക്കാത്തത്. അതെ, BJPയിലെ പറഞ്ഞല്ലോ, തൃശ്ശൂർ CPI ഭയങ്കര ഐക്യമാണ്, അതുകൊണ്ടാണ് സുനിൽ മത്സരിക്കാത്തത്. അപ്പൊ CPI വോട്ടുകളെ അവിടുത്തെ ഇടതുപക്ഷ വോട്ടുകൾ പത്മജ പിടിക്കുവാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെ ഒരു സാധ്യത അതൊക്കെയാണ് ലക്ഷ്മി അവിടുത്തെ അടിയൊഴുക്ക്. നമ്മള് നടിയൊഴുക്കുകൾ ഇപ്പൊ നമ്മളത് തർക്കിച്ചിട്ട് കാര്യമില്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ട്. ആ അടിയൊഴുക്കുകൾ എങ്ങോട്ട് എന്നതൊക്കെ നമുക്ക് 4-ാം തീയതി മാത്രം പറയാൻ പാടില്ല. ഞാൻ കരുതുന്ന അവിടെ രാജൻ പല്ലൻ ഒന്നാമതെത്തും, വലിയ ലീഡൊന്നും ഉണ്ടാവില്ല. ഒന്നാമതെത്തും, രണ്ടാമത് ഈ പറയുന്ന പത്മജിയെത്തും, മൂന്നാമത് ആലങ്കോട് ലീലാകൃഷ്ണൻ. നമ്മുടെ ഈ റിപ്പോർട്ട് പ്രകാരം വിജയം ചോദിച്ചതുകൊണ്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം തൃശ്ശൂരിൽ 0 മുതൽ 1 സീറ്റ് വരെ BJPക്ക് പറയുന്നുണ്ട്. NDA ഡിസ്റപ്റ്റ്സ് LDF ഹോൾഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇടതുപക്ഷത്തെ ബാധിക്കുന്ന അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ദുർബലമാകുമ്പോൾ ആ വോട്ടുകൾ NDA പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോഷി, അവിടെയാണ് വിജയം പറഞ്ഞ കാര്യം സംഭവിക്കാൻ സാധ്യത. പല്ലൻ ജയിച്ചിട്ട് രണ്ടാമത് പത്മജ എത്താനുള്ള സാധ്യതയുണ്ടെന്നല്ലേ വിജയം പറഞ്ഞത്? ഞാൻ പറയുന്ന ജയം പോലും സാധ്യമായാൽ അത്ഭുതപ്പെടേണ്ട എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നമ്മളൊരു അനാലിസിസ് നമ്മൾ ആ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ പോയി നിന്ന് കണ്ടപ്പോൾ ഒന്ന് സുരേഷ് ഗോപി ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ അത് വീക്കാണ്, നെഗറ്റീവായിട്ടുണ്ട്. വീക്കാണ്. അത് സാധാരണക്കാരോട് ചോദിക്കും, അത് വീക്കാണ്. രാജൻ പല്ലൻ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സഭ UDFനൊപ്പം നിൽക്കുന്ന കാര്യം. പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മുൻ കോൺഗ്രസ് നേതാവിനോടുള്ള ജനങ്ങളുടെ ഒരു ഇഷ്ടം, കരുണാകരൻ്റെ മകളോടുള്ള ഇഷ്ടം, അത് NDAയുടെ ക്യാമ്പിലേക്ക് പോയപ്പോൾ അതിൽ ഒരു വിഹിതം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് രണ്ടാകും പത്മജ എന്നുള്ളതിനകത്ത്. അത് ആലങ്കോട് താരതമ്യേന ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ BJPയിലേക്ക് പോയപ്പോൾ പത്മജയ്ക്ക് ഉണ്ടായിരുന്ന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബേസാണ്. അത് നേരെ ഓപ്പോസിറ്റാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത് പത്മജ എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഒന്നാമത്തിൽ യാതൊരു തർക്കവുമില്ല, അത് UDF ആണ്, ഒരു തർക്കമില്ല. മൂന്നാമത് പത്മജ വേണുഗോപാൽ എത്തിയാലും വലിയ അത്ഭുതമില്ല എന്നാണ് എനിക്ക്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം കൂടി. സുരേഷ് ഗോപി ഇനി ആ വഴിക്ക് പോകണ്ടല്ലോ അല്ലേ? നമ്മളിതൊന്നും പറയാനില്ല. അല്ല, അതാണ് ലക്ഷ്മിയത്മ ചോദിച്ചത്. ദുർബലമായി എന്നല്ലേ അപർണ? ദുർബലമായി നെഗറ്റീവ്. സുരേഷ് ഗോപി ഫാക്ടർ ഒരു നെഗറ്റീവ് ആകാനിടയുണ്ട്. ഞങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് പോയല്ലോ എന്ന്. അതൊരു സാമ്പിൾ ആയിട്ട് ചോദിക്കേണ്ടി വരും ആൾക്കാരോട് മുഴുവൻ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ മുമ്പ് ഇത് പറഞ്ഞല്ലോ എന്ന് പറയുമല്ലോ, അതൊക്കെ മണ്ഡലത്തിൽ അല്ല അങ്ങനെ കേൾക്കാൻ ചെയ്തു. പക്ഷെ ഞാൻ ആ ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് അന്വേഷിച്ചെടുത്ത് ആ ഫാക്ടർ ഇല്ല എന്ന് മാത്രമല്ല, ഇനി ഫാക്ടർ ഇച്ചിരി താഴോട്ട് വന്നോ എന്നുള്ളൊരു കാര്യം പോലും ഇല്ലാതില്ല. പക്ഷെ പത്മജ വേണുഗോപാലിന് കൃത്യമായിട്ട് അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് കരുണാകരന്റെ മകൾ എന്ന രീതിയിലാണ്. അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണെന്നേ. ആ വോട്ട് ബാങ്ക് BJPയുടെ വോട്ട് ബാങ്ക് അല്ല. അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസിന് നിൽക്കുന്ന പോലെയുള്ള ഒരു വോട്ട് ഇത്തവണ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട്. നമുക്ക് നേരെ ഇനി താനൂരിൽ പോവാം. താനൂര് നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഒളിച്ചോടിയ മണ്ഡലമാണ്. അവിടെ വി അബ്ദുറഹ്മാന് കിട്ടിയ ഭൂരിപക്ഷം
കഴിഞ്ഞ ടേമിൽ 985 വോട്ടുകൾ മാത്രമായിരുന്നു. ഇത്തവണ അബ്ദുറഹ്മാൻ അവിടെ പ്രചരണത്തിനിറങ്ങാത്ത സാഹചര്യം, അവിടെ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം. അപ്പോൾ ഇത്തവണ LDF കളത്തിലിറക്കിയിരിക്കുന്നത് ടി മുഹമ്മദ് സമീറിനെയാണ്. PK നവാസാണ് UDFന്റെ സ്ഥാനാർത്ഥി, ലീഗ് സ്ഥാനാർത്ഥി PK നവാസ്. ദീപ പുഴയ്ക്കലാണ് NDAയുടെ സ്ഥാനാർത്ഥി. കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത തന്നെ ഇല്ല അല്ലേ അവിടെ? ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ? അല്ല, അവിടെ നമ്മൾ നേരത്തെ പണ്ട് വല്ലത് അറിയുന്ന ഒരു ഫാക്ടറാണ്. അല്ല, എനിക്ക് ഈ മണ്ഡലത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. അല്ല, ഈ മണ്ഡലത്തെ കുറിച്ച് മെസ്സി ഫാക്ടർ എങ്ങനെ മെസ്സി ഫാക്ടർ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിരിക്കും. അല്ല, മാത്രമല്ല, അബ്ദുറഹ്മാൻ പോയ തിരൂരും അത് ബാധിക്കുന്നേ. അല്ല, അങ്ങ് അർജന്റീന എനിക്ക് മെസ്സി ഇത് അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ മെസ്സി ഫാക്ടർ അവിടെ വിജയം നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്ന ഒരു മണ്ഡലമാണത്. പക്ഷേ വേണുബാലകൃഷ്ണൻ അത് തിരൂരിന് ബാധിക്കില്ലേ? ഇവിടെയും അത് ബാധകമാണല്ലോ. കാരണം ആ പേരിലൊക്കെ തന്നെയാണല്ലോ അദ്ദേഹം അവിടെ വിട്ടുപോയത്. ഇത് ലീഗ് എന്തായാലും കട്ടായം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ വിജയ? നമ്മളവിടെ പോയപ്പോഴും തവനൂര് KT ജലീലിനെ തോൽപ്പിച്ചിരിക്കും. അബ്ദുറഹ്മാനെ ഇത്തവണ നിയമസഭ കാണിക്കില്ല. ഈ രണ്ടും കട്ടായം പറഞ്ഞിരിക്കുകയാണ് ലീഗ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, CPM ഈ പറയുന്ന വലിയ കർക്കശത്തോടൊക്കെ നിലപാടെടുക്കുമെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ CPM-നെ ഇട്ട് വെട്ടിലാക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ അല്ലേ? അവസാനം പ്രചാരണത്തിനൊന്നും ഇറങ്ങിയില്ല. മുഖ്യമന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞ പോലെ നടന്നു. മുഖ്യമന്ത്രി വിളിച്ചിട്ടും അവസാനം മുഖ്യമന്ത്രി എടുത്തു അദ്ദേഹം അത് പറഞ്ഞു, എന്നാ അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. മെസ്സിയുടെ കാര്യത്തിൽ അബ്ദുറഹ്മാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ കാര്യത്തിൽ പിണറായി വിജയനെ വരച്ചവരെ നിർത്താൻ പറ്റിയിട്ടുണ്ട്. മാത്രല്ല അവിടെ അന്ന് എന്തോരം ട്രോളുകളായിരുന്നു. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തേടുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ വലിയ ട്രോളുകളായിരുന്നു. ഏതായാലും അവർക്ക് സ്ഥാനാർത്ഥിയെ കിട്ടി. ടി മുഹമ്മദ് സമീർ വ്യവസായിയാണെന്ന് തോന്നുന്നു അല്ലെ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നാണ് എന്റെ വിലയിരുത്തലല്ല, എന്റെ അറിവ് അല്ലേ? എന്തായാലും അവിടെ സ്വാഭാവികമായും ഈ കാര്യത്തിനകത്ത് താനൂര് ഒരു സംശയവും വേണ്ട. അത് താനൂര് വിധി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ തൃപ്പൂണിത്തുറ. എല്ലാം വിധി എഴുതി കഴിഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉറപ്പായി കഴിഞ്ഞു. നെഗറ്റീവ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഫാക്ടർ ഇത്തവണ നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. തൃപ്പൂണിത്തുറയിലേക്ക് പോയാൽ അവിടെ UDFന്റെ ഭൂരിപക്ഷം 992 വോട്ടുകൾ മാത്രമായിരുന്നു. ഇത്തവണ KN ഉണ്ണികൃഷ്ണനാണ് വൈപ്പിനിൽ നിന്ന് തൃപ്പൂണിത്തുറയിലെത്തി മത്സരിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ദീപക് ജോയി ആയിരുന്നു UDF സ്ഥാനാർത്ഥി. അഞ്ജലി നായർ NDA സ്ഥാനാർത്ഥിയായി 2020 സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയ മത്സരമാണ് നമ്മൾ കണ്ടത്. തൃപ്പൂണിത്തുറയിലെ സാധ്യത UDFന് തന്നെ അല്ലേ വേണുബാലകൃഷ്ണൻ? സംശയമൊന്നുമില്ല, അതിൽ ഒരു തർക്കവും വേണ്ട. KN ഉണ്ണികൃഷ്ണനെ നന്നായി പ്രഹരിക്കും വോട്ടർമാർ. അവിടെ ഈ പറഞ്ഞ ദീപക് ജോയിക്ക് തന്നെയായിരിക്കും മേൽക്കൈ. വിജയ, ഈ K ബാബു ഈ കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. K ബാബു അങ്ങനെയൊന്നും വിട്ടുപറയുന്ന ഒരാളുമല്ല. ലിജുവിൻ്റെ പേരും വന്നിരുന്നു. പക്ഷേ ലിജു നല്ലയാളൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ദീപകിൻ്റെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ രണ്ട് കാര്യങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഒന്ന്, ബാബു ഈ മത്സരരംഗത്ത് നിന്ന് മാറുക എന്ന് പറയുന്നത് സ്വയമേവ മാറുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതെന്തുകൊണ്ടാകാം? വിജയന് കൃത്യമായി അറിയുന്ന ആളുമാണ് ബാബു. എറണാകുളം അറിയുകയും ചെയ്യാമല്ലോ. രണ്ടാമതായി, ലിജുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്ന് ഔട്ട്സ്പോക്കൺ ആവുകയും ചെയ്തിരുന്നു ബാബു. അതെന്തുകൊണ്ടാണ്? പിന്നെ എനിക്കൊരു പിൻഗാമി എന്ന നിലയിലൊക്കെ ഒരാളെ അവതരിപ്പിക്കും ബാബു ഒന്നും ഞാൻ കരുതിയില്ല കേട്ടോ. പക്ഷേ ബാബു അത്തരം ഒരു വാർത്താ സമ്മേളനം നടത്താനോ അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബ് വിളിക്കുമ്പോൾ അതിന് തയ്യാറായതോ ദീപക് ജയിക്കുമെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. അത്രയും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഞാൻ അറിഞ്ഞിടത്തോളം K ബാബുവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ഒരു റിട്ടയർമെന്റിന് തീരുമാനിച്ചതാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വിജയിച്ച് നിൽക്കുന്ന അവസരത്തിൽ പയ്യെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ തോൽവി അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ച 5 വർഷങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം സീറ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് സീറ്റ് വാങ്ങി, മത്സരിച്ചു, ജയിച്ചു. വളരെ നാരോ മാർജിനാണെങ്കിലും കേരളം ആകെ ശ്രദ്ധിച്ച ഒരു മത്സരമാണ്. M സ്വരാജിനെ പോലെ എന്താണ് CPM-ൽ ഏറ്റവും പോപ്പുലറായ, പാർട്ടി കേഡറുകൾക്കിടയിൽ ഏറ്റവും പോപ്പുലറായ ഒരു നേതാവിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി. ഒരു സഭ എന്താണ് അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിച്ചു. ചിലപ്പോൾ പ്രതിപക്ഷത്തെ VD സതീശനൊന്നും ഇല്ലാത്ത, രമേശൊന്നും ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷത്തെ നയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വളരെ ഒരു നല്ല അവസരത്തിൽ അദ്ദേഹം പാർലമെന്ററി രംഗത്ത് നിന്ന് പിന്മാറി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പാട്ട് നിർത്തണം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അവസാനിപ്പിച്ചത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാരണമുള്ള ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ വിജയം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ ഈ ബാബു റിട്ടയർമെന്റ് മൂഡിലായതുകൊണ്ടാണ് ബാബുവിനെ കൊണ്ട് തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനൊക്കെ. അതായത് രമേശ് ചെന്നിത്തലയും VD സതീശനും ഇല്ലാത്ത പല സമ്മേളനങ്ങളിലും അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് K ബാബു ആണ്.
ഇപ്പം സഭ ബഹിഷ്കരിച്ച് പുറത്തു വരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും കെ ബാബുവാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തോട് കെ ബാബു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇനി ഞാൻ മത്സര രംഗത്തേക്കില്ല. അതുകൊണ്ട് കെ ബാബു അത് ഒരു കാര്യം കൂടി അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു അസാധാരണ പ്രതിഭാസമാണ്. ഒരു കാര്യം അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ളവർക്ക് പോലും അറിയായിരുന്നു കെ ബാബു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അഗ്രസീവായി ആക്രമിക്കുന്ന പോലെ ബാബുവിനെ ആക്രമിച്ചിട്ടില്ല. അതന്ന് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തത് കൂടിയാണ്. ബാബുവിനോട് വളരെ ഒരു മൃദുഭാവത്തിലായിരുന്നു ഭരണപക്ഷത്തിന്റെ ഇടപെടലും. കെ ബാബു ഒരു രാഷ്ട്രീയ വിരമിക്കൽ പാർലമെന്ററി രംഗത്ത് നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു എന്നത് എനിക്ക് തോന്നുന്ന ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ രമേശിനെയോ വി ഡി സതീശനെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷങ്ങളെ നേരിടുന്ന പോലെ ഭരണപക്ഷവും നേരിട്ടിട്ടില്ല. വേറെ കാര്യം കൂടിയുണ്ട്. ഈ 2016 തോൽവിക്ക് ശേഷം കെ ബാബു ഏതാണ്ട് അപ്രസക്തനായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ മറ്റ് വിജിലൻസ് കേസുകൾ അറിയാമല്ലോ, സ്വത്ത് സമ്പാദനം എന്നൊക്കെ പറയുന്ന വിജിലൻസ് കേസുകൾ, ബാർക്കോഴിയുമായി ബന്ധപ്പെട്ടുള്ള ആ സമയത്തുണ്ടായ ചില ആരോപണം കേസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം 2021 അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത് ഉമ്മൻചാണ്ടി സാറ് വളരെ കൃത്യമായി ഇടപെട്ടുണ്ട്. അത് കെ ബാബു തന്നെ പറയാറുണ്ട്. കാരണം ഉമ്മൻചാണ്ടി കെ ബാബുവിന് സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ് 2021 നിയമസഭ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കെ ബാബുവിന് അവസാനത്തെ അവസരം ഒരിക്കൽ കൂടി മത്സരിച്ച് കെ ബാബു മത്സരിച്ച് ജയിക്കട്ടെ. അങ്ങനെ 2021 അതിനു മുമ്പ് ആ UDF-ന്റെ ഭരണത്തിന് 2016 അല്ല 2016 തോറ്റല്ലോ. അല്ല അത് അതിൽ 2016 കെ ബാബുവിന് സീറ്റ് കൊടുക്കുന്നതിനെതിരെ VM സുധീരനൊക്കെ അടുത്ത നിലപാട് വന്നു. അപ്പോഴാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതിനുശേഷം തോറ്റതിന് ശേഷം 2021 വീണ്ടും ഒരവസരം കൂടി കൊടുത്ത് ഉമ്മൻചാണ്ടി ഇടപെടൽ. അന്ന് കോൺഗ്രസ് നേതൃത്വം ബാബു മത്സരിച്ചില്ല, സീറ്റ് കിട്ടില്ല ഇടപെടലാണ്. അന്ന് ബാബു തന്നെ പറയുന്നുണ്ടായിരുന്നു 2021 ഞാൻ മത്സരിക്കണം ഉമ്മൻചാണ്ടിയുടെ തീരുമാനമായിരുന്നു. അതൊരു രാഷ്ട്രീയമായി എനിക്കൊരു എക്സിറ്റിന് വേണ്ടി 2021 വീണ്ടും മത്സരിപ്പിച്ചു. അത് കൃത്യമായി തന്നെ 2026 അദ്ദേഹം വഴിമാറി കൊടുക്കുകയും ചെയ്തു. ആ കൊടുക്കുന്നത് എങ്ങനെയാണ്? തനിക്ക് കൂടി പ്രിയപ്പെട്ട ഒരാളെ, തൻ്റെ തന്നെ നോമിനി അവിടേക്ക് നിയമിച്ചുകൊണ്ടാണ് ദീപക് ജോയി കഴിഞ്ഞ കുറേ കാലങ്ങളായി ബാബുവിൻ്റെ നോമിനിയായി നിൽക്കുകയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ KN ഉണ്ണികൃഷ്ണൻ്റെ അവിടേക്കുള്ള എന്താണ് ഒരു പേടിച്ചരണ്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, അത് അവിടെ ജയിക്കാനുള്ള മത്സരമെന്ന് CPM പറയുമ്പോഴും എന്തുകൊണ്ട് വൈപ്പിൽ നോടി എന്നൊരു ചോദ്യമുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ മൂന്നാമത്തെ ഈ പറയുന്ന 2020 ഫാക്ടറാണ്. ഈ BJP തൃപ്പൂണിത്തുറയാണല്ലോ BJP പിടിച്ച നഗരസഭയാണ്. ഈ BJP വോട്ടുകൾ അഞ്ജലി നായർ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ BJP വോട്ടുകൾ ഉണ്ണികൃഷ്ണൻ പിടിക്കുവാനുള്ള സാധ്യതയുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നു വിജയനായിരിക്കും പറയാൻ കഴിയാൻ തോന്നുന്നു. അതിലേ നമ്മള് സ്ഥാനാർത്ഥികളുടെ ഒരു ജാതി ഞാൻ സമുദായം കണക്കിലെടുത്താല് 2 ഈഴവ കാൻഡിഡേറ്റുകളാണ്, ദീപക് ജോയും ഉണ്ണികൃഷ്ണനും. ഒരു നായർ കാൻഡിഡേറ്റ് ആണ്. അപ്പോഴും നായർ വോട്ടുകൾ താരതമ്യേന ശക്തമായ ഉള്ള മണ്ഡലമാണ്. അവിടുത്തെ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ നഗരത്തിന് പുറത്തുമൊക്കെ ഉണ്ട്. ആ വോട്ടുകൾ അഞ്ജലിയിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് BJP വിലയിരുത്തുന്നത്. പിന്നെ സാബു എം ജേക്കബ് BJPയോട് പറഞ്ഞിരുന്നത് അവിടെ യാക്കോബായ വോട്ടുകൾ ആ BJPക്ക് 2020 അനുകൂലമാക്കാൻ ഞാൻ മുൻകൈ എടുക്കാം. ആ മണ്ഡലത്തിൽ ഒത്തിരി യാക്കോബായ വോട്ടുകളുണ്ട്, ഞാൻ മുൻകൈ എടുത്തോളാം. ഇതൊക്കെയാണ് അവിടെ സാബു ആ സീറ്റ് ചോദിക്കുമ്പോൾ 2020 ആ സീറ്റ് ചോദിക്കുമ്പോൾ BJP നേതൃത്വത്തോട് പറഞ്ഞത്. അങ്ങനെ ചില ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്തത്. അതൊക്കെ വർക്കായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് 4-ാം തീയതി അറിയത്തുള്ളൂ. ഇതൊക്കെ പ്രചാരണ രംഗത്ത് അവർ സജീവമായിരുന്നു, ശക്തമായ മത്സര രംഗത്തുണ്ടായിരുന്നു. അവിടുത്തെ കിഴക്കൻ മേഖലകളിലടക്കം ഈഴ വോട്ടുകൾ വളരെ സജീവമായിട്ടുണ്ട്. അല്ല അതുണ്ട്, ആ വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല, അത് 3 പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനും ദീപക് ജോയ്ക്കും 2020 കിട്ടാം. യെസ്, അപർണ. തൃപ്പൂണിത്തുറയിൽ പറഞ്ഞ പോലെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടില്ല അങ്ങനെ ഒരു പ്രചാരണം ആ സമയത്ത് നടന്നല്ലോ. പൂർണ്ണത്രേശനെ വിട്ടൊരു കളിയില്ല എന്നൊക്കെ പറയേണ്ടിയൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതെ സ്വരാജിനെ വീഴ്ത്തിയത് ആ ഒരു ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നെ ദീപക് ജോയുടെ ഈ പേരിന്റെ ജോയി എന്നുള്ളത് വെച്ചിട്ട് എന്നിട്ട് ദീപക് ജോയിക്ക് ക്ഷേത്ര ദർശനം നടത്തേണ്ടി വരിക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എങ്കിലും അത് അഞ്ജലി നായരെ പോലെ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ BJPക്ക്, എനിക്കൊന്നും BJP വലിയ വിഷയം ഉണ്ടായതാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് BJPക്ക് അത്ര അഭ്യുന്നത ആയിരുന്നില്ല അഞ്ജലി നായർ എന്നൊരു കാൻഡിഡേറ്റ്. CPM BJP ഡീല് കൊണ്ടുവന്നിട്ടാണ് പുള്ളി വൈപ്പിൽ നിന്ന് ഓടിപ്പോയെന്നുള്ളൊരു ആരോപണമൊക്കെ ആണല്ലോ പ്രചാരണത്തിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ BJP വളരെ ശക്തമായ മണ്ഡലമാണ്. BJP സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നതിനായി കച്ചകെട്ടി ഇരുന്ന ഒരു സ്ഥലമാണ്. 2020 കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 20 കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സാധ്യത കൽപ്പിക്കുമ്പോൾ അവർ കരുതിയിരുന്ന സാബു എം ജേക്കബ് അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ്. സാബു എം ജേക്കബ് അവിടെ സ്ഥാനാർത്ഥിയായാൽ തങ്ങൾക്ക് കുറച്ചുകൂടി സാധ്യതയുണ്ട്, എങ്കിൽ സാബു എം ജേക്കബ് വരട്ടെ എന്ന നിലയിൽ കൂടിയായിരുന്നു. സാബു എം ജേക്കബ് മത്സരിക്കില്ല എന്ന് BJP നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. പ്രാദേശികമായി കരുതിയിരുന്നു. സാബു എം
ജേക്കബിനോട് മത്സരിക്കാൻ BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം മത്സര രംഗത്തില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സീറ്റ് പോയത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ കച്ചകെട്ടിയിരിക്കുകയായിരുന്നു. 2020 വരുമ്പോൾ സാബുവും ജേക്കബിനെ ജോഷി അല്ലെ, എനിക്ക് ഈ തൃപ്പൂണിത്തുറയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതായത് അവിടെ എന്തുകൊണ്ട് വൈപ്പിനിൽ നിന്നുള്ള MLA അങ്ങോട്ട് പോയി LDF എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ ആ സ്ഥാനാർത്ഥി എനിക്ക് ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ അതിൽ അനുകൂലിക്കുന്നില്ല. അതേപോലെ തന്നെ BJPക്ക് ഇത്രയും സാധ്യതയുള്ളവരുടെ അഞ്ജലി നാരപ്പിൽ ഒരു കാൻഡിഡേറ്റ് എന്തുകൊണ്ട് നിർത്തി? എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അനാലിസിസും ഇതിനകത്ത് നടത്താൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കണ്ടേ എന്ന് ഒരു തോന്നൽ എനിക്കുള്ളത്. വെൽക്കം ബാക്ക്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-നും 2500-നും ഇടയിൽ ഭൂരിപക്ഷം കിട്ടിയ 6 മണ്ഡലങ്ങൾ നോക്കാം. ചാലക്കുടി, ചവറ, റാന്നി, കണ്ണൂർ, പീരുമേട്, കൊല്ലം മണ്ഡലങ്ങളാണ്. അത് ചാലക്കുടിയിലേക്ക് പോയാൽ UDF-നായിരുന്നു അവിടെ വിജയം. 1057 വോട്ടുകൾ. ഇത്തവണ നിൽക്കുന്നത് ബിജു ചിറയത്താണ് LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. സനീഷ് കുമാർ ജോസഫ് UDF സ്ഥാനാർത്ഥി, ചാർലി പോൾ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നു. വേണു ബാലകൃഷ്ണൻ, ചാലക്കുടിയിൽ പ്രത്യേകിച്ച് ചർച്ചയുടെ ഒന്നും കാര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ ഇത്തവണ? കഴിഞ്ഞ തവണത്തെ 1000 നമുക്ക് നോക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന ഘട്ടമായിരുന്നു. ആ മണ്ഡലത്തിൽ നല്ല സ്വീകാര്യതയുണ്ട് സജീവ് കുമാറിന്. മാത്രമല്ല സനീഷ് കുമാർ, നേരത്തെ ഞാൻ ഈ സജീവ് കുമാർ സനീഷ് കുമാറിന് നല്ല സ്വീകാര്യതയുണ്ട്. കൂടാതെ UDF ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ചെറുപ്പക്കാർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ കൈകൊള്ളാതെ പോയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന സനീഷ് കുമാറിൻ്റെതാണ്. കുഴൽനാട് ജയിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ പറയുന്ന പുതുമുഖങ്ങളെ ഇറക്കിയപ്പോൾ അല്ലെ വിജയ 32 പുതുമുഖങ്ങളെ ഇറക്കിയിട്ട് 2 പേരാണ് ആകെ ജയിച്ചത്. അതിൽ ഒരാളാണ് സനീഷ് കുമാർ. നല്ല സ്വീകാര്യതയോട് ചാലക്കുടി നിലനിർത്തും. എന്റെ ഒരു സംശയം, അവിടെ ചാർലി പോൾ എന്ന് പറഞ്ഞ NDAയുടെ സ്ഥാനാർത്ഥി ക്രൈസ്തവ സഭയുടെ പിന്തുണയോടെ വരുന്ന സ്ഥാനാർത്ഥിയാണ്. ക്രൈസ്തവ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവ സഭാ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. 2020 സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു അല്ലേ ഇത്തവണ വന്നിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി അവിടുത്തെ അങ്കമാലി അതിരൂപതയടക്കം പിന്തുണയോടെ നേടുന്ന വോട്ടുകൾ UDF ക്രൈസ്തവ സഭ കേരളത്തിൽ UDF-നെ അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണച്ചില്ല. പക്ഷേ ചാർലി പോളിന്റെ കാര്യം അങ്ങനെയല്ല. ചാർലി പോളിന് പിന്തുണയില്ല. ചാർലി പോൾ അവിടെ സിറോ മലബാർ സഭയുമായി അവിടുത്തെ സഭാ പ്രവർത്തനങ്ങളിൽ സജീവമായി ചാർലി പോൾ ജയിക്കണോ അവിടെ? അല്ലല്ല, അങ്ങനെയല്ല. പക്ഷെ ചാർലി പോൾ എത്ര കണ്ട് വോട്ടുകൾ അവിടെ ഉയർത്താൻ കഴിയും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുത്തെ വിധി നിശ്ചയിക്കുന്നത്. ബിജു ചിറയത്ത് മണി വിഭാഗം അല്ലേ, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കൂടുമാറോ ചെരിമാറ്റോ ഒക്കെ നടന്നത്. അപർണ കുറുപ്പേ, നിങ്ങൾ പറയണ്ട. പക്ഷെ ബിജു ചിറയത്തും ഈ പറഞ്ഞ പോലെ ഇതാ UDF-ന് പോയതാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മുകുന്ദപുരം മണ്ഡലത്തിന്റെ ഒരു നേച്ചർ ഉള്ളതാണ്. അവിടെ അങ്ങനെ കൃത്യമായിട്ട് ഒരു മുന്നണി ഒരു പാർട്ടി എന്നൊന്നുമില്ല. നമുക്കത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു ഭരണമാറ്റം വരികയാണെങ്കിൽ ആ ഒരു വേവിലങ്ങ് പോയില്ല എന്നുള്ള അതാണ് ഒന്നും പറയില്ല. മറ്റേ ബിജു ചിറയത്ത് അങ്ങനെയാണെങ്കിൽ ബിജു ചിറയത്ത് ഇപ്പുറത്തുനിന്ന് പോയി ഒരു അപ്രതീക്ഷിത നീക്കം നടത്തി ബിജു ചിറയത്തിനെ അവിടെ കൊണ്ടുവരുന്നു. സനീഷ് കുമാർ MLA എന്ന രീതിയിലുള്ള ഒരു ജനസമ്മതിയൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ പണ്ടു തൊട്ടേ ഉണ്ട്. ഞാൻ ആ മുകുന്ദപുരത്തിന്റെ ഒരു ആത്മാവ് അവിടെ കുറച്ച് ബാക്കി കിടപ്പുണ്ടെങ്കിൽ എങ്ങോട്ടാണ് എന്താണ് പറ്റുകയെന്നൊന്നും പറയാൻ പറ്റില്ല. സനീഷ് കുമാറിന്റെ ഒരു കഴിഞ്ഞ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അത് ആ മണ്ഡലത്തിലൂടെ ഊന്നി നിന്നുകൊണ്ടുള്ള വ്യക്തിപ്രഭാവമാണ്. മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ വ്യക്തിപ്രഭാവമാണ്. മണ്ഡലത്തിന് പുറത്തേക്ക് പോയിട്ടുള്ളത്. ആ മണ്ടലത്തിനുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ വ്യക്തിപ്രഭാവമുണ്ട്. അത് സനീഷ് കുമാറിന് എല്ലാ മണ്ഡലത്തിലും ഉണ്ടല്ലോ. എല്ലാ മണ്ഡലത്തിലും അങ്ങനെയല്ല സനീഷ് കുമാറിന്റെ കാര്യം അല്ല ജോഷി, അതല്ല ജോഷി. എല്ലാ മണ്ഡലത്തിലും ഇതിപ്പോ നമുക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പറയാം, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിന് ഒരു കോട്ടയാണെന്ന്. ഇത് ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാര് ആർക്കൊപ്പമാണ് എന്ന് ഇതുവരെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾ MLA-യുടെ മണ്ഡലമാണ്, അതൊരു സ്വിംഗ് മണ്ഡലം. അത് വോട്ടർമാരുടെ സ്വഭാവം കൊണ്ടാണ്. ആ വോട്ടർമാര് ഒരു പ്രത്യേക വോട്ടർമാരാണ്. നമുക്കെങ്കിൽ ചവറയിലേക്ക് പോയാലോ. ചവറയില് LDF സ്വതന്ത്രനായിരുന്ന സുജിത് വിജയൻ പിള്ള ജയിച്ചത് 1096 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം മണ്ഡലം പിടിച്ചത്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തെ അതേ എതിരാളിയാണ് ഷിബു ബേബി ജോൺ UDF സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. KR രാജേഷാണ് NDA സ്ഥാനാർത്ഥി. ചവറ ഇത്തവണ എങ്ങനെയായിരിക്കും വിജയകുമാർ? ചവറ UDF തിരിച്ചു പിടിക്കും വിത്ത് കംഫർട്ടബിൾ മാർജിൻ. ഷിബു ബേബി ജോൺ വീണ്ടും നിയമസഭയിലേക്ക് വരും. അതാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. മന്ത്രിയാവുമായിരിക്കും അല്ലേ? കിട്ടുവാണെങ്കിൽ മന്ത്രിയാവുകയും ചെയ്യും.
അപ്പോ വേണു ബാലകൃഷ്ണന് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമേ തന്നെയാണ് വേണുബാലകൃഷ്ണൻ അതേ അഭിപ്രായം തന്നെയാണ്. ഷിബു ബേബി ജോൺ തിരികെ വരും, നല്ല ഭൂരിപക്ഷത്തോടെ തിരികെ വരും. നേരത്തെ സുജിത്ത് വിജയൻപിള്ള നിലനിർത്തുകയാണ് ചെയ്തത് ആ മണ്ഡലം, ഇടുക്കിയല്ല നിലനിർത്തുകയാണ് ചെയ്തത്. ഷിബു ബേബി ജോൺ വളരെ സെന്റിമെന്റൽ ആയിട്ടാണ് വോട്ടർമാരെ സമീപിച്ചിട്ടുള്ളതും അല്ലേ ഇത്തവണ. അപ്പൊ അതുകൊണ്ട് ആ വികാരം എല്ലാം വരും. ഷിബു വളരെ കംഫർട്ടബിൾ ആയി ജയിച്ചു വരും. സുജിത് വിജയൻപിള്ള ഒരു ജനകീയനല്ലേ? പക്ഷെ ഷിബു ബേബി ജോൺ ഇത്തവണ അവിടെ ഇറക്കിയ ഒരു കാർഡ് ഉണ്ടല്ലോ, നേരത്തെ വേണു പറഞ്ഞതുപോലെയുള്ള ഒരു എന്താണ് വൈകാരിക കാർഡ്, അത് സുജിത് വിജയൻപിള്ളയ്ക്കും ഉണ്ട് കേട്ടോ. അതുണ്ട്. പക്ഷേ ഈ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, പാരമ്പര്യം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി തന്നെ അവിടെ ആ മണ്ണിൽ ഇറക്കാൻ ഷിബു ബേബി ജോണിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? മാത്രമല്ല ഷിബു ഒരു സുജിത് വിജയൻപിള്ളയ്ക്കും ഉണ്ടെന്നേ, വിജയൻപിള്ളയുടെ സുജിത് വിജയൻപിള്ളയ്ക്ക് അത് വേണമായിരിക്കും. ഷിബു ബേബി ജോൺ പാരമ്പര്യത്തിന്റെ കാർഡ് ഇനി വേണ്ട. കാരണം ഷിബു കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു, മന്ത്രിയായിരുന്നു. പിന്നെ മാത്രമല്ല തുടർച്ചയായ തോൽവികൾ അദ്ദേഹത്തിന് ഒരു ആളുകളുടെ ഒരു സഹതാപതരംഗം കൂടി ഉണ്ടാക്കുന്നുണ്ട്. UDF അധികാരത്തിലെത്തിയ മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ആളാണ്. അല്ല, ഈ പറയുമ്പോൾ ക്ഷേമ പ്രവർത്തനം, വികസന പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞ ഷിബു ബേബി ജോൺ അതൊരു സെന്റിമെന്റൽ വോട്ട് അവിടെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് എനിക്ക് വലിയൊരു സാധ്യത ഞാൻ LDF ഇത്തവണ കാണുന്നില്ല. നമുക്ക് റാന്നിയിലേക്ക് പോയാൽ, റാന്നി മണ്ഡലം കഴിഞ്ഞ തവണ LDF വിജയിച്ചത് 1285 വോട്ടിനാണ്. പ്രമോദ് നാരായണൻ കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത്തവണയും പ്രമോദ് നാരായണനാണ് LDF സ്ഥാനാർത്ഥിയായി അവിടെ കളത്തിൽ ഇറങ്ങിയത്. പഴകുളം മധുവാണ് UDF സ്ഥാനാർത്ഥിയായി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇറങ്ങിയത്. തോമസ് കെ സാമുവലാണ് NDA സ്ഥാനാർത്ഥി. റാന്നി ബാറ്റിൽ ഫീൽഡ് തന്നെയാണല്ലേ വിജയകുമാർ? അല്ല, ഞാൻ ആ NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലിനെ പറ്റി പെട്ടെന്ന് ഓർത്തു പോയതാ. ഒരു NDA സ്ഥാനാർത്ഥിയെ പ്രതി ഇങ്ങനെ ഞാൻ പറഞ്ഞതല്ല. തോമസ് കെ സാമുവൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി ചോദിച്ചപ്പോഴേ അതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇവിടെ ജനങ്ങൾ വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലമാണ്. അപ്പോൾ ഒരു BJPയുടെ പിന്തുണയുള്ള ഈ 2020 സ്ഥാനാർത്ഥിയുടെ നിലപാട് അതാണെങ്കിൽ അവിടുത്തെ BJPക്കാർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് പ്രമോദ് നാരായണന്റെ ചിത്രമാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് അവിടുത്തെ BJPയുടെ വോട്ടും ഒക്കെ കൂടെ സമാഹരിച്ച് പ്രമോദ് നാരായണൻ ഇത്തവണയും കഷ്ടിച്ച് കടന്നുകൂടുമെന്ന് ഞാൻ കരുതുന്നു. വിജയകുമാർ, പ്രമോദ് നാരായണന് അനുകൂലമായി എങ്ങനെയാണ് BJP വോട്ട് ചെയ്യുക? ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ BJPക്കാർക്കിടയിൽ വിഷയമായിട്ടുണ്ടെങ്കിൽ ആ വോട്ട് പോലും പഴകുളം മധുവനല്ലേ? പറയട്ടെ, അത് നമ്മൾ തെലങ്കാനയിൽ ഇരുന്ന് അങ്ങനെ ചോദിക്കുന്നതാണ്. റാന്നി ചെന്നാൽ ആ ചോദ്യം ലക്ഷ്മിക്ക് ചോദിക്കാൻ കഴിയില്ല. കാരണം പ്രമോദ് നാരായണൻ അവിടെ കോൺഗ്രസ് ആണ്, BJP ആണ്, CPM ആണ്, കേരള കോൺഗ്രസ് M ആണ്, കേരള കോൺഗ്രസ് ജോസഫ് ആണ്, RSP എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് പ്രമോദ് നാരായണൻ. അതുകൊണ്ട് പ്രമോദ് നാരായണന് അവിടെ കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വേണു ബാലകൃഷ്ണൻ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ്. കാരണം പ്രമോദ് നാരായണൻ തന്നെ ആയിരിക്കും അവിടെ ജയിക്കുക. ഒരു കാര്യം കൂടി വിജയ, രാജു അബ്രഹാം തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലമാണ്. എനിക്കൊന്ന് 6 തവണ എന്തുവാണ്, എന്നിട്ട് പോലും രാജുവിന് ഒരിക്കൽ പോലും മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടില്ല. രാജു പക്ഷേ ഇപ്പൊ പ്രധാനപ്പെട്ട പദവിയിൽ തന്നെയാണ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. പ്രമോദ് നാരായണൻ ചരിത്രത്തിലല്ലേ അങ്ങനെ തുടർച്ചയായി മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതെ. രാജു അത്രയും സ്വീകാര്യനാണ്. പ്രമോദ് നാരായണൻ പക്ഷെ സ്വീകാര്യനാണ്. CPM രാജുവിനെ മാറ്റിയിട്ട് പോലും കേരള കോൺഗ്രസ് M-നാണ് ആ മണ്ഡലം കൊടുക്കുന്നത്. പ്രമോദ് നാരായണന് സുഖകരമായി വിജയിച്ചു വരാൻ കഴിയും. ഈ ശബരിമല സ്വർണ്ണ മറിച്ച അഭിപ്രായം ഉണ്ടാവില്ല. അപർണ കുറുപ്പിനാണ് എന്റെ മറിച്ച അഭിപ്രായം എങ്ങനെ വരും പ്രമോദ് നാരായണൻ? കാരണം ശബരിമലയാണ് നിങ്ങൾ ഉയർത്തുന്ന വിഷയമെങ്കിൽ അതിനെ പുറത്താണ് വോട്ട് പോകുന്നതെങ്കിൽ ശബരിമല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഇരിക്കുന്ന അവിടെ പോലും BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് CPM അല്ലേ, CPM ടോസിട്ട് നേടിയ വിജയം അല്ലേ? അതായത് ശബരിമല വിഷയം നമ്മൾ ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ള വിഷയം അവിടെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തർക്കം മാത്രമല്ല, അത് പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട തോമസ് കെ സാമുവൽ തന്നെ പറയാണ് അത് ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും അധികം നന്നായി BJPക്ക് NDAക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ റാന്നി എന്ന് പറയുന്നത് അല്ലേ? അത് തുടക്കത്തിലെ കൊണ്ട് നമ്മുടെ തുടക്കത്തിലെ കൊണ്ട് പഠിക്കെ കൊണ്ട് കല BJP എന്തുകൊണ്ടായിരിക്കും തോമസ് കെ സാമുവലിന് BJPക്ക് നല്ല വോട്ടുള്ള റാന്നി പഞ്ചായത്ത് വിജയ ഞാൻ 6 തവണ എന്ന് പറഞ്ഞില്ലേ? 5 തവണ അല്ല BJP നല്ല വോട്ടുള്ള സ്ഥലമല്ലേ? അത് ഘടകകക്ഷികൾ എന്റെ ഒരു സംശയം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ 2020 അടക്കം അല്ലെ ഘടകകക്ഷികൾക്ക് സീറ്റ് വീതിച്ച് നൽകിയതിൽ ഈ BJP നേതൃത്വം അല്ലെ NDAക്ക് ഇത്തവണത്തെ സീറ്റ് വീതിച്ച് നൽകിയതിൽ ഒരു പാളിച്ച പറ്റിയെന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെങ്കിലും ചിന്തിക്കുമോ?
സത്യത്തിൽ അവര് ഗൗരവത്തോടെ അല്ല ഈ ഇലക്ഷനെ കണ്ടതെന്ന് തോന്നും വിധത്തിലായിരുന്നു ആ വീതം വെച്ച്. ബി ജെ പി ജയിക്കും എന്ന ബി ജെ അല്ല, പി അങ്ങനെയല്ല, കരുതുന്ന സീറ്റൊന്നും അല്ലല്ലോ ജോഷി. competition. ഞാൻ തൃപ്പൂണിത്തുറ സ്ഥലത്ത്. പറയുന്നത് ബി ജെ പി ജയിക്കും. നിങ്ങൾ ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ ബി ജെ പി ജയിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുള്ള സീറ്റാണോ? പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണഗതി ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളിലായി അവർ വോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണാം. അപ്പൊ ആ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഫീൽഡ് ചെയ്യാറുള്ളത്, എൻ ഡി എ ഫീൽഡ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. ആ രീതിയിൽ A+ലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറയല്ലേ. തൃപ്പൂണിത്തുറയും റാന്നിയും ഒക്കെ അതെ. റാന്നി അങ്ങനെ വോട്ട് ഉയർത്താൻ പറ്റുന്ന മണ്ഡലം പലപ്പോഴും ഇങ്ങനെയുള്ള മണ്ഡലങ്ങളല്ലേ ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിക്കുന്നു. അല്ല ലക്ഷ്മി, ബി ജെ പിക്ക് ഒരു 15,000-20,000 വോട്ട്. കഴക്കൂട്ടം എങ്ങനെയാണ് A+ മണ്ഡലമായത്? സംഘടനാപരമായി വലിയ വോട്ടുള്ള മണ്ഡലം ആദ്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. തിരുവനന്തപുരത്ത് ഏത് മണ്ഡലത്തിലാണ് ബി ജെ പിക്ക് വോട്ട് കുറവുള്ള ഒരു മണ്ഡലം? തിരുവനന്തപുരം സെൻട്രൽ. ഇപ്പൊ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കടയൊക്കെ മാറ്റി വെക്കും. തിരുവനന്തപുരം സെൻട്രൽ ബി ജെ പിക്ക് വോട്ടില്ലേ? ഇനിയിപ്പം നെടുമങ്ങാട് ബി ജെ പിക്ക് വോട്ടില്ലേ? വി രാജേശ്വരന് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 30,000-ൽ പരം വോട്ട് പിടിച്ച. ഞാൻ പറഞ്ഞത് അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിട്ടുണ്ട്. അങ്ങനെ പത്തനംതിട്ടയിൽ ഇല്ല എന്നാണ്. പത്തനംതിട്ടയിൽ റാന്നി ഒന്നും അങ്ങനെ ബി ജെ പിക്ക് വലിയ ജയസാധ്യതയുള്ള. ആറന്മുളയിൽ കുമ്മനത്തെ ഫീൽഡ് ചെയ്യുന്നുണ്ടല്ലോ. ആറന്മുള പോലെ അല്ലാതെ റാന്നിന്നേ ആറന്മുള വിട്ടുകൊടുത്തില്ലല്ലോ. ആറന്മുളക്ക് ബി ജെ പിക്ക് ഉള്ള അത്രയും രാഷ്ട്രീയ വോട്ടോ സംഘടനാ വോട്ടോ റാന്നിയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബി ജെ പി മത്സരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മത്സരിക്കാം. റാന്നി, അങ്ങാടിയൊക്കെ എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ. അങ്ങാടിയിലൊക്കെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. റാന്നി അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ബി ജെ പിക്ക് വോട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ വോട്ടൊക്കെ ഇത്തവണ ഞാൻ കരുതുന്നത് അതൊക്കെ പ്രമോദ് നാരായണനിലേക്ക് പോകും. കാരണം അതിന് പറ്റിയ തരത്തിലേക്ക് ആ 2020 സ്ഥാനാർത്ഥി അവിടെ ഗംഭീര കള ഒരുക്കിയിട്ടുണ്ട്. ഇത്ര നിഷ്കളങ്കമായി പറഞ്ഞ കാര്യമാണ് UDF ഡീൽ എന്ന് പറയുന്നതും കേട്ടോ. അല്ല, ഇതിപ്പം ഞാൻ അങ്ങനെ ഡീല് അല്ല, അത് ഡീലൊന്നും അല്ല. അത് സാധാരണഗതി നമുക്കതങ്ങനെ ആരോപിക്കാൻ പറ്റില്ല. പക്ഷെ അവരതുകൊണ്ടാണ് ഈ റാന്നിയൊക്കെ ഡീൽ മണ്ഡലങ്ങളിൽ എണ്ണി പറഞ്ഞത്. നമുക്ക് നേരെ കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ കഴിഞ്ഞ തവണ LDFന്റെ ഭൂരിപക്ഷം വെറും 1745 വോട്ട് മാത്രമായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഭൂരിപക്ഷം. ഇത്തവണയും രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെയാണ് LDFനായി കളത്തിലിറങ്ങിയിട്ടുള്ളത്. TO മോഹനാണ് UDF സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയത്. C രഘുനാഥാണ് NDA സ്ഥാനാർത്ഥിയായി ഇറങ്ങിയത്. കണ്ണൂരിൽ TO മോഹനന് തന്നെയല്ലേ സാധ്യത? അതിൽ കൂടുതൽ ഒരു സാധ്യത പറയാൻ പറ്റില്ലല്ലോ. കണ്ണൂർ ഞാനും കരുതുന്ന TO മോഹനാണ്. പക്ഷെ ഞാൻ ആ മണ്ഡലത്തിൽ പോയ ഒരാളാണ്. ഞാൻ കണ്ട് സംസാരിച്ച എല്ലാവരും പറയുന്നത് കടന്നപ്പള്ളി ജയിക്കുമെന്നാണ്. ആണോ? ഇനിയിപ്പോ ഞാൻ കണ്ടത് എനിക്കറിയില്ലല്ലോ. നമ്മൾ ഒരുപാട് ആളോട് സംസാരിക്കുകയാണ്. ആ കണ്ടതൊക്കെ ഇടതുപക്ഷ മനസ്സുള്ളവരായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ ആ മണ്ഡലത്തിന്റെ നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത്, പിന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ TO മോഹൻ അവിടെ കളം പിടിച്ചിരിക്കുന്നു. ഇനി റിട്ടയർമെന്റ് ആകാം. ബാബു സ്വയമേവ ചെയ്തത് ഒരു പക്ഷേ കടന്നപ്പള്ളിക്ക് വോട്ടർമാർ കടന്നപ്പള്ളിയെ കൊണ്ട് ജയിക്കും. കടന്നപ്പള്ളി നല്ല സ്വീകാരനൊക്കെയാണ്, നല്ല വ്യക്തിത്വവുമാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ കടന്നപ്പള്ളി അതിൽ വേറൊരാൾക്ക് കൂടി റിട്ടയർമെന്റിനുള്ള സൂചന ഉണ്ടോ? വേണുബാലകൃഷ്ണൻ, വേറൊരാൾക്ക് കൂടിയുള്ള റിട്ടയർമെന്റിന്റെ സൂചന ഉണ്ടോ അതിനകത്ത്? കെ സുധാകരന്. എന്തായാലും കടന്നപ്പള്ളിയേക്കാൾ ഇത്തവണ ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ മോഹൻ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. കെ സുധാകരൻ ഫാക്ടർ അവിടെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കെ സുധാകരൻ അവിടെ ഉണ്ടാക്കിയ ഒരു കൊടുങ്കാറ്റും അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര നേതൃത്വ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ട്. അവിടുന്ന് വളരെ പതിയെ എങ്ങനെയാണ് കെ സുധാകരനെ പത്തി താഴ്ത്തി അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു പോക്കൊക്കെ ഉണ്ടല്ലോ. ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞോട്ടെ, തടസ്സപ്പെടുത്താൻ ക്ഷമിക്കണം. ഈ നമ്മുടെ ഈ റിസൾട്ടുകളിലെ ഈ രേഖകൾ പ്രകാരം ഏറ്റവും ശക്തമായി CPM പിടിച്ചു നിൽക്കാൻ പോകുന്ന, ഇടതുപക്ഷം പിടിച്ചു നിൽക്കാൻ പോകുന്ന ഏക ജില്ല കണ്ണൂരാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കടന്നപ്പള്ളി രക്ഷപ്പെട്ടേക്കാമേ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇന്ന് വേണുബാലകൃഷ്ണൻ പറഞ്ഞില്ലേ ഈ വോട്ടർമാരുടെ പ്രതികരണം. അപ്പം നമ്മൾ രാവിലെ മണ്ഡലങ്ങളിലോട്ടുള്ള യാത്രയിൽ ഈ കണ്ണൂർ വന്ന സമയത്തും കടന്നപ്പള്ളിയുടെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഇപ്പൊ വേണുബാലകൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഇതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ഒരു സംശയം. ഞാൻ കരുതിയത് കടന്നപ്പള്ളിയുടെ ഒരു സെന്റിമെന്റൽ ഒരു സ്വഭാവം കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടോ എന്നൊരു സംശയം. അഴിമതിക്കാരനല്ല. മാത്രമല്ല പിണറായിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ സംഘടനാ സമിതി കൃത്യമായി വർക്ക് ചെയ്യും. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, കണ്ണൂരിൽ മോഹനൻ ജയിക്കേണ്ട ഇത്തവണ സുധാകരന്റെ കൂടി ആവശ്യമാണ്. അപ്പൊ ആ സുധാകരൻ സ്വാഭാവികമായി അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ചെറിയ ലീഡിനെ മറികടന്ന്, അതായത് ലോക്സഭയിലെ 26,000-ഓളം വോട്ടാണ് ആ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കെ സുധാകരൻ ഫാക്ടർ ആയിരിക്കും അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ. ജയിക്കുകയും TO മോഹനൻ തോൽക്കുകയും ചെയ്താൽ അത് കെ സുധാകരനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടൊരു പ്രകടനം കൂടെ. കെ സുധാകരൻ TO മോഹനന് വേണ്ടി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, പോയി കാണുകയൊക്കെ ചെയ്തത്. അതിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ മോഹനൻ തോറ്റു കഴിഞ്ഞാൽ ഉടനെ കെ സുധാകരനാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്ന നറേറ്റീവ് ഉണ്ടാകാൻ അത് ശരിയല്ലെന്നാണ് അത് ശരിയല്ല. ഞാൻ അതല്ല പറഞ്ഞത്, തെറ്റിദ്ധരിച്ചു. അതായത് സ്വാഭാവികമായും തന്നെ കെ സുധാകരൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. പക്ഷേ മോഹനൻ തോൽക്കുകയും ജനവിധി അങ്ങനെയാവുകയും
അപ്പുറത്ത് പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുകയും ചെയ്താൽ കെ സുധാകരനെ സംബന്ധിച്ചത് വ്യക്തിപരമായി വലിയ രാഷ്ട്രീയ നൈരാശ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി. നമുക്ക് പീരുമേടിലേക്ക് പോയാലോ? പീരുമേടില് ഇടതുപക്ഷം കഴിഞ്ഞ തവണ ജയിച്ചത് 1835 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തവണ കെ സലിംകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തുന്നു. സിറിയക് തോമസ് UDF സ്ഥാനാർത്ഥിയായി എത്തി. വി രതീഷ് NDA സ്ഥാനാർത്ഥിയായി എത്തി. ജോഷി, എന്താണ് പീരുമേടിലെ ഒരു സാധ്യത? വാഴൂർ സോമൻ അല്ല ഇപ്പോഴത്തെ വാഴൂർ സോമന് തുല്യനല്ല ഇത്തവണത്തെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. കാരണം വാഴൂർ സോമൻ എത്രയോ പതിറ്റാണ്ടുകളായി സംഘടനാ പ്രവർത്തനം നടത്തിയത് വഴി വന്നിട്ടുള്ള ഒരാളാണ്. വാഴൂർ സോമനെ കുറിച്ച് പറയുന്ന അവിടുത്തെ ഇടവഴികളൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഇടവഴികൾ എന്ന് വെച്ചാൽ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഇടവഴികൾ അറിയാവുന്ന ഒരാളാണ് വാഴൂർ സോമൻ. ആ വാഴൂർ സോമന് പകരം വയ്ക്കാൻ അവിടെ മറ്റൊരാളില്ല. പക്ഷേ അതേപോലെ തന്നെ വ്യക്തിപ്രഭാവവും അതേപോലെ തന്നെ മണ്ഡലം അറിയാവുന്ന ആളാണ് സിറിയക് തോമസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഴൂർ സോമന് പകരക്കാരനായി ഒരുപക്ഷെ മണ്ഡലം നിശ്ചയിക്കുക ഒരുപക്ഷെ സിറിയക് തോമസ് ആയിരിക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടുത്തെ തൊഴിലാളി മേഖലകളിൽ, തോട്ടം തൊഴിലാളി മേഖലകളിലൊക്കെ തന്നെ സിറിയക് തോമസിന് വലിയ സ്വാധീനമുണ്ട്. മാത്രവുമല്ല അവിടുത്തെ CPI കിട്ടിയ മണ്ഡലമാണല്ലോ. ആ CPIയിലെ സംഘടനാ സംവിധാനം എത്ര കണ്ട് ഈ പറയുന്ന സലീം കുമാറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വലിയ തോതിൽ സംശയമുണ്ട്. മാത്രമല്ല CPMനുള്ളിൽ തന്നെ ഞാൻ അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് ഈ പറയുന്ന UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് ജയിക്കും എന്നുള്ളതാണ്. ഞാൻ അവിടെ മറ്റൊന്നും കാണുന്നില്ല. സിറിയക് തോമസ് അവിടെ ഇത്തവണ ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചു കയറും പീരുമേട്ടിലെന്നാണ് ഞാൻ കരുതുന്നത്. പിടിച്ചെടുക്കും. ജോഷി പറഞ്ഞതിൽ ഇനിയിപ്പോൾ എനിക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അത്രയും കൃത്യമാണ്. സിറിയക്ക് തന്നെ ജയിക്കും. പീരുമേടിന്റെ അല്ലേ മനസ്സ്. മാത്രമല്ല CPIയിലെ വലിയ ആഭ്യന്തര കലഹങ്ങളും ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ES ബിജിമോളൊക്കെ അവിടെ നിന്നല്ലായിരുന്നു. സാധാരണ രീതിയിൽ ഇപ്പം ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വാർഡ് സോമൻ മരിക്കുമ്പോൾ അവിടെ വരുന്ന ആള് ആ ഒരു സഹതാപ തരംഗം അതേ പാർട്ടിക്ക് ഗുണകരമാണെന്നാണ്. പക്ഷെ പറഞ്ഞ പോലെ CPM കൈവിട്ടിട്ടുണ്ട് പീരുമേടിനെ. അപ്പോൾ CPM കൈവിട്ട ഒരു സ്ഥലത്ത് എന്താണ് പറ്റുക എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് കൊല്ലത്തേക്ക് പോയാലോ? കഴിഞ്ഞ തവണ കൊല്ലത്ത് M മുകേഷ് ജയിച്ചത് 2072 വോട്ടിന് മാത്രമായിരുന്നു. ഇത്തവണ അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത് S ജയമോഹനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇറങ്ങിയിരിക്കുന്നത്. ബിന്ദുകൃഷ്ണ UDF സ്ഥാനാർത്ഥിയായി എത്തി. N പ്രതാപ് കുമാറാണ് NDA സ്ഥാനാർത്ഥിയായി എത്തിയത്. ഓക്കെ ലക്ഷ്മി, ഇതിനകത്ത് ഞാൻ ഒറ്റയടിക്ക് ആദ്യം പറഞ്ഞേക്കാം, വേറെ ഏത് മണ്ഡലത്തിന്. കാരണം കൊല്ലത്ത് ബിന്ദുകൃഷ്ണയാണ് ജയിക്കുക. കാരണം CPMനകത്ത് പോലും മുകേഷ് എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു തീരുമാനം CPM എടുക്കുക. അതിനുശേഷം ഇതുവരെ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ന്യായീകരണം കൊടുക്കാൻ കഴിയാതെ വരിക. എല്ലാ സിറ്റിംഗ് MLAമാരും മത്സരിക്കാതെ മാറി നിൽക്കുന്നതിൽ എന്തുകൊണ്ട് മുകേഷ് മത്സരിക്കുന്നില്ല എന്ന് ഇതുവരെ പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കം ഇതിനകത്തില്ല. ഒരു പാർട്ടിനപ്പുറത്തേക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇത്തവണ കൊല്ലത്ത് ഇടതുപക്ഷമല്ല ജയിക്കുക. ബിന്ദുകൃഷ്ണയ്ക്കാണ് സാധ്യത എന്നാണ് അപർണ കുറുപ്പ് പറയുന്നത്. ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മൾ സാറിന് പറയല്ലേ ആളുകളെ വെറുപ്പിക്കാന്ന് പറയല്ലേ, നിനക്ക് ഇത്രയും വെറുപ്പിക്കാന്ന് ചോദിക്കല്ലേ. അതേപോലെ മുകേഷ് അവിടെ ആളുകളെ അത്ര കണ്ട് വെറുപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. കാരണം എനിക്ക് വോട്ടർമാരുടെ കാര്യത്തിൽ, കാരണം മുകേഷ് ഒരു സിനിമാ നടനാണ്, ഓമാധവന്റെ മകനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും എങ്ങനെയാണോ നിനക്ക് ഇത്രയും വെറുപ്പിക്കാൻ പറ്റുകയെന്ന് ചോദിക്കില്ലേ. അതുപോലെ മുകേഷ് അവിടുത്തെ വോട്ടർമാരെ വെറുപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയ വിരട്ടുള്ള മണ്ണാണ്, തൊഴിലാളി മണ്ണാണ്, നമുക്കറിയില്ലേ. അങ്ങനെ മണ്ണാണ് കൊല്ലം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇത്തവണ ബിന്ദുകൃഷ്ണ ജയിച്ചു കയറുമെന്ന് ഞാൻ കരുതുന്നത് മുകേഷ് അത്ര കണ്ട് അവിടെ ആളുകളെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല ബിന്ദുകൃഷ്ണ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വനിതാ നേതാവ് അല്ലെ വേണുബാലകൃഷ്ണൻ. ശരിയാണ്. ബിന്ദുകൃഷ്ണയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്തൊരു വാർത്തയുണ്ടല്ലോ. RSPക്കാരിലെ ചില നേതാക്കന്മാർ അവിടുത്തെ CPMലെ ജില്ലാതല നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തി വോട്ട് മറിക്കാനൊക്കെ നീക്കം നടത്തിയെന്ന്. അതിന്റെ ഭാഗമായിട്ട് അവരെയൊക്കെ ചുമതല മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ബിന്ദുകൃഷ്ണ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല കൊല്ലം മറ്റൊരു ചിത്രം തരും. കൊല്ലത്ത് 12-ൽ 2-10 എന്ന നിലയിലാണ്, ആധിപത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ടപ്പോഴും പറയൂല്ലോ, അവിടെ ചോര വീഴുന്ന മണ്ണാണ്, പക്ഷേ CPMന് വലിയ രാഷ്ട്രീയ ആധിപത്യമാണെന്ന്. അപ്പോൾ തെക്കുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ചോര വീഴാതെ തന്നെ കണ്ണൂർ പോലെ തന്നെ ബലവത്തായ ഒരു സ്ഥലം കൊല്ലമില്ലേ നിങ്ങൾക്ക് എന്ന്. അപ്പോൾ കൊല്ലത്ത് നിന്നാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വന്നിരിക്കുന്നത്, ബേബി. അപ്പോൾ കൊല്ലത്ത് പക്ഷേ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ്. സമാസമം നിൽക്കുന്ന അത്രയും വരെ വേണമെങ്കിൽ ഒരല്പം 1-2 സീറ്റിന്റെ മേൽക്കൈ പോലും LDFന് മീതെ ആ ജില്ലയിൽ തന്നെ UDF നേടാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഒരു സ്വയം ഒരു തെറ്റ് തിരുത്തൽ CPMന് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ട്. കൊല്ലത്ത് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകണമെന്നാണ് വിചാരിക്കുന്നത്. അത് ആ പാർട്ടിക്ക് ചിലപ്പോൾ ഗുണകരമായി വന്നു. വിജയകുമാർ, ഈ MLAയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ചയായ സ്ഥലമാണ് കൊല്ലം. അതേസമയം ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യവും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അല്ലേ?
ഞാനങ്ങനെ ഒരു അസന്നിഗ്ധമായി അത് കൊല്ലത്ത് ബിന്ദുകൃഷ്ണ ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വേണു ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു UDF അനുകൂല ട്രെൻഡ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഉണ്ടെങ്കിൽ ജയിക്കാവുന്നതാണ്. അവിടുത്തെ LDF സ്ഥാനാർത്ഥിയെ പറ്റി അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും ആർക്കുമില്ല. വളരെ ജനകീയനായ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ്. മുകേഷുമായിട്ടൊന്നും ഒരു തരത്തിലും കമ്പാരിസന്റെ 7 അയലത്ത് പോലും വരുന്ന ആളല്ല. വളരെ ജനകീയനാണ്, സത്യസന്ധനാണ്, അഴിമതി തൊട്ടു തീണ്ടാത്ത ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അവിടെ ബിന്ദു കൃഷ്ണ അവിടെ തെരഞ്ഞെടുപ്പിൽ സജീവമാണെന്ന് പറയുന്നത് പോലെയല്ല. എല്ലാ സമയത്തും CPM-ന്റെ കേന്ദ്രങ്ങളിൽ ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തിന്റെ വീടിന് ഗേറ്റ് ഇല്ല. ഗേറ്റ് നമ്മൾ രാധാകൃഷ്ണന്റെ ഒക്കെ പറയുന്നല്ലോ, ഗേറ്റ് ഇല്ല, സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ല. അങ്ങനെ പല ഞാൻ പറഞ്ഞ അതൊന്നും മികവാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ച തെറ്റുതിരുത്തൽ സംഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ പോലൊരു കാൻഡിഡേറ്റ് അവിടെ വരുമ്പോൾ മുകേഷിനെ വെച്ചിട്ട് ആരും ആ മണ്ഡലത്തെ കമ്പയർ ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. CPM അതല്ല വിജയകുമാർ, ആ തെറ്റുതിരുത്തൽ ഇപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു. അതെ. മുകേഷ് എന്ന് പറയുന്നത് അങ്ങനെ CPM ഒരു ജയസാധ്യത ഉള്ള ഒരാളെ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവച്ച് മുകേഷ് 2 തെരഞ്ഞെടുപ്പിലും ജയിച്ചു. CPM-നെ നമുക്ക് ആ നിലയ്ക്ക് കുറ്റം പറയുന്നത്. പാർലമെന്ററി രംഗത്ത് എന്താണ് ജയസാധ്യതയാണ് പ്രധാനം. ആ സമയത്ത് കിട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുകേഷ് മത്സരിച്ചപ്പോൾ ഇനി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു വീണ്ടും മത്സരിക്കണം, കാരണം മുകേഷ് അവിടെ ജയിക്കും എന്ന് പറഞ്ഞല്ലേ, ജയിച്ചല്ലോ. ഞാനതുകൊണ്ട് ബിന്ദു കൃഷ്ണൻ ജയിക്കുമെന്ന് അസന്നിഗ്ധമായി പറയാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയണമെങ്കിൽ വേണു ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ മാറ്റം കൊല്ലത്താകെ ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൊല്ലം അങ്ങനൊന്നും പെട്ടെന്നൊന്നും അറിയണമെന്നൊന്നുമില്ല.